ഹായ് ഫ്രണ്ട്സ്, സഹകാരി റേസ് പ്ലസിന്റെ മറ്റൊരു PYQ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ 2025 കഴിഞ്ഞ് 2026 കയറുകയാണ്. ഒരു PSC ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുവർണ കാലമാണ് അല്ലേ? ഒരുപാട് പരീക്ഷകൾ വിളിച്ചിട്ടുണ്ട്. അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? ഈ എല്ലാ പരീക്ഷകളും എഴുതുന്നത് ഒരേ ആൾക്കാരല്ലേ? അപ്പം നമുക്ക് ഏത് വേണം, ഇതിൽ ഏത് എക്സാം, ഏത് ജോലി നമുക്ക് വേണമെന്ന് തിരഞ്ഞെടുക്കാൻ പറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ പഠിക്കണം. പഠിച്ച് നിങ്ങൾ ആ ലിസ്റ്റിൽ വരണം. ഇന്ന് പഠിക്കേണ്ട സാധനം ഇന്ന് തന്നെ പഠിക്കുക. നാളത്തേക്കോ മറ്റന്നാളത്തേക്കോ മാറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമുക്ക് നമ്മുടെ സമയവും വളരെ വളരെ പെട്ടെന്നാണല്ലോ. ഈ ഒരു വർഷം തന്നെ പോയത് വളരെ പെട്ടെന്നാണ്. അപ്പൊ അതുപോലെ തന്നെ 2026 നിങ്ങൾ സക്സസ്ഫുൾ ആയിരിക്കണം, സക്സസ്ഫുൾ ആവും എന്ന പ്രതിജ്ഞ എടുത്തുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? തുടങ്ങാം. PYQ സീരീസ് ആണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഒരു നോട്ട്ബുക്ക് എടുക്കുക. അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ ഈ PYQ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അറിയാം ഒരുപാട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ? അപ്പൊ ഇന്ന് ഞാൻ ഒരു 80 ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിലൊരു 60 ക്വസ്റ്റ്യൻ നിങ്ങൾ ഓൾറെഡി ഇവിടെ കേട്ടുപോയ ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ? കാര്യം അത്രത്തോളം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് എന്താണ് PSC ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഒരു നോട്ട്ബുക്ക് എടുക്കുക, ക്വസ്റ്റ്യൻസും അതോടൊപ്പം തന്നെ റിലേറ്റഡ് ഫാക്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ എഴുതി തന്നെ പോകണം. ഓക്കെ, കൃത്യമായിട്ട് എഴുതി പോകണം. അപ്പൊ നമുക്ക് പോകാം ക്ലാസ്സിലേക്ക്. അപ്പൊ നമ്മൾ ഇന്നിവിടെ എടുക്കുന്നത് 10th ക്ലാസ്സിലെ പ്രിലിമിനറിലെ 4ാം ഘട്ടമായിരുന്നു. ക്വസ്റ്റ്യൻ കോഡ് ഏതാണ്? 17/2025 ആണ് കേട്ടോ. അപ്പൊ നമുക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം പട്ടിക ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ എന്താണ്? രാഷ്ട്രപതിയുടെയും പ്രധാനമന്ത്രിയുടെയും ചുമതലകൾ പരാമർശിക്കുന്നു. ഗോത്രമേഖലകളിലെ ഭരണ സംവിധാനങ്ങളെ പരാമർശിക്കുന്നു. കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകളുമായുള്ള നൽകിയിട്ടുള്ള അധികാര വിഭജനം പരാമർശിക്കുന്നു. ഇന്ത്യൻ പാർലമെന്റിന്റെ പ്രധാന ചുമതലകൾ പരാമർശിക്കുന്നു. ഇതിൽ ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം പട്ടികയിൽ പറഞ്ഞിരിക്കുന്നത്? ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലേ? അപ്പൊ നമ്മൾ ഓർക്കുക, നമുക്ക് എത്ര പട്ടികകളുണ്ട്? 12 പട്ടികകളാണുള്ളത്. അതിൽ 7ാമത്തെ പട്ടികയിലാണ് കേന്ദ്ര സർക്കാരിനും അതുപോലെ തന്നെ എന്താണ് സംസ്ഥാന സർക്കാരുമായി നൽകിയിട്ടുള്ള അധികാരങ്ങളെ കുറിച്ച് പരാമർശിക്കുന്നത്. 7ാമത്തെ പട്ടികയിലാണ്. നമുക്ക് എങ്ങനെയാണ് അതിനെ തിരിച്ചിട്ടുള്ളത് അറിയാലോ? എന്താണ് യൂണിയൻ ലിസ്റ്റ്, അതുപോലെ തന്നെ എന്താണ് സ്റ്റേറ്റ് ലിസ്റ്റ്, അതുപോലെ എന്താണ് കൺകറന്റ് ലിസ്റ്റ്, അങ്ങനെ 3 ലിസ്റ്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലേ? അതാണ് ഇത് 7ാം പട്ടികയിലാണ് അത് പറയുന്നത്. ടോട്ടൽ എത്ര പട്ടികയുണ്ട്? 12 എണ്ണം. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റിലേക്ക് പോവാം. ഇന്ത്യൻ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കറിന് ലഭ്യമായ അംഗീകാരങ്ങളിൽ ചിലതാണ് താഴെ നൽകിയിരിക്കുന്നത്. ശരിയായവ ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. കായിക ലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന അംഗീകാരമായ ലോറസ് പുരസ്കാരം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ, ഇന്ത്യൻ വ്യോമസേനയുടെ ഓണററി ഗ്രൂപ്പ് ക്യാപ്റ്റൻ പദവി ലഭിച്ച ആദ്യ വ്യക്തി, രാജ്യസഭയിലേക്ക് ആർട്ടിക്കിൾ 80 പ്രകാരം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മുഴുവൻ സമയ കായിക താരം, തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നാഷണൽ ഐക്കണായി തിരഞ്ഞെടുപ്പെട്ട ക്രിക്കറ്റ് താരം. അപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന പ്രസ്ഥാനങ്ങൾ ശരിയായത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന എന്താണ് ലോറസ് പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരനും വ്യോമസേനയുടെ ഓണററി ഗ്രൂപ്പ് ക്യാപ്റ്റനായി പദവി ലഭിച്ച ആദ്യ വ്യക്തിയും, രാജ്യസഭയിലേക്ക് ആർട്ടിക്കിൾ 80 പ്രകാരം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മുഴുവൻ സമയ കായിക താരവും, തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നാഷണൽ ഐക്കണായി തിരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റ് താരവും ആര് തന്നെയാണ്? സച്ചിൻ ടെണ്ടുൽക്കർ. ഈ എല്ലാം ശരിയാണ് അല്ലേ? അപ്പൊ ഇതിൽ നിന്ന് ഈ ക്വസ്റ്റ്യൻ 4 ഓപ്ഷനും നമ്മൾ പഠിച്ചു വയ്ക്കുക. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഇപ്പൊ ഇങ്ങനെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ, എന്താണ് കായിക ലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന അംഗീകാരമായ ലോറസ് പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് എന്ന് ഇറങ്ങി 4 ഓപ്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റണം. അപ്പൊ ഈ 4 ഓപ്ഷൻസ് കൂടി നിങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചു വെക്കും. 4ഉം ആരെ കുറിച്ച് പരാമർശിക്കുന്നതാണ്? സച്ചിൻ ടെണ്ടുൽക്കറിനെ കുറിച്ച് പരാമർശിക്കുന്നതാണ് അല്ലേ? അതുപോലെ തന്നെ 2014 അദ്ദേഹത്തിന് ഭാരതരത്നം ലഭിച്ചത്. അതുപോലെ പ്ലേയിങ് ഇറ്റ് മൈ വേ എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ. ഒന്ന് ഓർത്ത് വെച്ചോളെ, പ്ലേയിങ് ഇറ്റ് മൈ വേ എന്ന് പറയുന്നതാണ് എന്ത്? അദ്ദേഹത്തിന്റെ ആത്മകഥ എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. കേരളത്തിലെ ചില പ്രശസ്ത കലാരൂപങ്ങളും അവയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയവരുടെ പേരുകളുമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായ ജോഡികൾ ഏതാണെന്ന് കണ്ടെത്തുക. ഏതാണ് നോക്കിയത് നമ്മള്? കേരള നടനം ആരാണ്ടാം? കേരള നടനം ഗുരു ഗോപിനാഥ് അല്ലേ? ദെൻ യക്ഷഗാനം ആരാണ്? പാർത്തി സുബ്ബ. ദെൻ ചവിട്ട് നാടകം ആരാണ്? ചിന്നം തമ്പിപ്പിള്ള. കൂടിയാട്ടം ഇതാണ്? അതെ, ഗുരുമണി മാധവ ചാക്യാർ. അപ്പം എന്താണ് നമുക്കൊരു മാച്ച് ദ ഫോളോയിങ് പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ കേരള നടനം പഠിക്കുക, ഗുരു ഗോപിനാഥ്. യക്ഷഗാനം പാർത്തി സുബ്ബ. ദെൻ ചവിട്ട് നാടകം ചിന്നം തമ്പിപ്പിള്ള. കൂടിയാട്ടം എന്താണ്? ഗുരുമണി മാധവ ചാക്യാർ. ഓക്കെ, ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ലിക്നോ സാറ്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഇപ്പൊ ലോകത്തിലെ ആദ്യത്തെ തടി കൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹമാണിത് കേട്ടോ. ഏത്? ഈ ലിക്നോ സാറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടാത്തതാണ് വ്യോമ അതിർത്തി, ജല അതിർത്തി, മറ്റൊരു രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യത്തിന്റെ എംബസികൾ, ഹൈ കമ്മീഷനുകൾ, ഇന്ത്യക്കുള്ള മറ്റു രാജ്യത്തിന്റെ എംബസികൾ, ഹൈ കമ്മീഷനുകൾ,
കസ്റ്റംസ് നിയന്ത്രണത്തിന് കീഴിലുള്ള ഓഫ് ഷോർ സംരംഭങ്ങൾ നടത്തുന്ന ഫ്രീ സോണുകൾ. ഇതിലേതാണ് ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടാത്തത്? അതെ, ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഇന്ത്യക്കുള്ള മറ്റു രാജ്യത്തിന്റെ എംബസികളും ഹൈ കമ്മീഷനുകളും എന്ന് പറയുന്നതാണ് ഇന്ത്യയുടെ എന്താണ് സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടാത്തത്. അപ്പൊ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണെന്നുള്ളത് എഴുതി വെച്ചോളാം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ലോക നഗര ദിനത്തിൽ യുനെസ്കോ പുറത്തിറക്കിയ 55 ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചതുമായ കേരളത്തിലെ ആദ്യ നഗരം ഏതാണ്? അപ്പം യുനെസ്കോയുടെ 2023 പുറത്തിറക്കിയ 55 ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ച കേരളത്തിലെ ആദ്യ നഗരം ഏതാണ്? അതെ, കോഴിക്കോടാണ്. ഏതാണ്? കോഴിക്കോടാണ്. ഓക്കെ, ഇത് റിപ്പീറ്റഡ് ആയിട്ട് PSC ചോദിച്ച ക്വസ്റ്റൻ ആണ്. അതുപോലെ തന്നെയാണ് 2023 ഈ യുനെസ്കോയുടെ ഇതേ പുറത്തിറക്കിയ ഈ 55 ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിലെ സംഗീത നഗരം എന്താണ്? സംഗീത നഗരം എന്ന് കൂടി അറിയപ്പെട്ടിരുന്നത് ഏതായിരുന്നു? സംഗീത നഗരം എന്ന് അറിയപ്പെട്ടിരുന്നത് ഏതായിരുന്നു? ഗോളിയാർ. ഓക്കെ, ഓർത്തോളം, ഗോളിയാർ ആയിരുന്നു സംഗീത നഗരം എന്നറിയപ്പെട്ടിരുന്നത്. ഏതാണ്? ഗോളിയാർ ആണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. തിരികെ സ്കൂളിലേക്ക് എന്ന ശാക്തീകരണ ക്യാമ്പയിൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പൊ തിരികെ സ്കൂളിലേക്ക് എന്ന ശാക്തീകരണ ക്യാമ്പയിൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞം, ദേശീയ സാക്ഷരതാ മിഷന്റെ ശാക്തീകരണ യജ്ഞം, ദേശീയ വിദ്യാഭ്യാസ നയം 2020 പ്രകാരം സംഘടിപ്പിച്ചിരിക്കുന്ന പരിപാടി, സർവശിക്ഷ കേരള പദ്ധതി പ്രകാരം നടത്തിവരുന്ന പരിപാടി. അപ്പോഴേ ഈ തിരികെ സ്കൂളിലേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട ഇപ്പൊ സ്വാഭാവികമായിട്ടും കൃത്യമായിട്ട് പഠിക്കാത്ത ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ ഉറപ്പായിട്ടും എന്താണ് ഈ വിദ്യാഭ്യാസ നയം, അപ്പൊ എന്താണ് സ്കൂള് അല്ലേ, അപ്പം വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് തോന്നും. പക്ഷെ അല്ല, നിങ്ങൾ ഓർക്കെ, നമുക്ക് മുമ്പുണ്ടായിരുന്ന കുടുംബശ്രീയിലുള്ളവർക്ക് യൂണിഫോം ഒക്കെ ഇട്ട് സ്കൂളിലേക്ക് തിരികെ പോകുന്ന ഒരു ഇതില്ലായിരുന്നു. ആ സംഭവമാണ് എന്താണ്? സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞത്തെയാണ് നമ്മൾ തിരികെ സ്കൂളിലേക്ക് എന്ന് പറയുന്നത്. ഓർത്തോളെ, ആ കുടുംബശ്രീയായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ഓക്കെ, ഏത് ക്യാമ്പയിനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അത് സംസ്ഥാന കുടുംബശ്രീ മിഷന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടു കൂടി നടപ്പിലാക്കുന്ന ഒരു അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞമാണ് എന്ത്? തിരികെ സ്കൂളിലേക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ഉചിതമായ അഥവാ ശരിയായ ആശയങ്ങൾ തിരിച്ചറിയുക. ഒന്നാമത്തത്, ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്ക് ആവശ്യാനുസരണം കമ്പനികളുമായി ഔപചാരിക കരാറുകളിൽ ഏർപ്പെടാൻ സാധിക്കുന്നില്ല. താൽക്കാലികവും സമയബന്ധിതവുമായി പൂർത്തീകരിക്കേണ്ട തൊഴിലാണിവ. ഒരേ സമയം ഒന്നിലധികം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ സാധിക്കുന്നു. നിങ്ങൾ ഓർക്കുക, ഞാൻ ഇപ്പൊ ഇവിടെ ഒരു ബോക്സ് കൊടുത്തിരിക്കുന്നത് കണ്ടോ? ഇതെന്ന് പറയുന്നത് നമ്മുടെ SCRTയുടെ 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ 7 ഏതാണെന്ന് അറിയാമോ? നമ്മുടെ സമ്പദ്ഘടനയും വിവിധ മേഖലയിലൂടെ എന്ന് പറയുന്ന 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഭാഗമാണിത് കേട്ടോ. ഇത് ഞാൻ പേസ്റ്റ് ചെയ്തതിന് കാരണം ഇത് നമ്മുടെ SCRTയിലുള്ളതാണ്. സെയിം ചോദ്യമാണ്. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ നോക്കി, ആ സവിശേഷതകൾ പറയുന്നത് കണ്ടോ? ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളുടെ സവിശേഷതകളിൽ ആദ്യത്തെ ഓപ്ഷൻ തന്നെ നോക്കി. ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്ക് അവ ആവശ്യാനുസരണം കമ്പനിയുമായി ഔപചാരിക കരാറുകളിൽ ഏർപ്പെടാൻ സാധിക്കുന്നു എന്നുള്ളത് ആദ്യത്തത്. പക്ഷെ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? സാധിക്കുന്നില്ല. അപ്പൊ എന്താണ്? ആദ്യത്തെ ഓപ്ഷൻ തെറ്റാണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. രണ്ടാമത്തെ നോക്കി, താൽക്കാലികവും സമയബന്ധിതവുമായി പൂർത്തീകരിക്കേണ്ട തൊഴിലാണിവ. അല്ലേ? കറക്റ്റ് ആണ് അല്ലേ? താൽക്കാലികവും സമയബന്ധിതവുമായി പൂർത്തീകരിക്കേണ്ട തൊഴിലാണിവ. അത് കറക്റ്റ് ആണ്. അടുത്ത നോക്കി, ഒരേ സമയം ഒന്നിലധികം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ സാധിക്കുന്നു. അതെ, അതും കറക്റ്റ് ആണ്. അപ്പം 2ഉം 3ഉം ആണ് എന്ത്? നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഓപ്ഷൻ ബി 2ഉം 3ഉം ആണ് കറക്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ഓർക്കേണ്ട കാര്യം, SCRT ടെസ്റ്റിലുള്ള ഒരു സെയിം സാധനം നമ്മൾ ഇതിനു മുമ്പ് ഈ ക്വസ്റ്റ്യൻ അധികം മുമ്പ് ആരും ചോദിച്ചിട്ടില്ല. PSC തന്നെ അന്ന് ആദ്യമായിട്ടാണ് ചോദിച്ചത്. അപ്പം നോക്കുമ്പോൾ അതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ SCRTയിലെ 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് ആയിരുന്നു. നിങ്ങൾ SCRT സീരീസ് എന്ന് പറയുന്നത് വളരെ വളരെ അതിന്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കണം. കൃത്യമായിട്ട് നിങ്ങൾ SCRT കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. ഒന്നെങ്കിൽ നിങ്ങൾ ക്ലാസ് കണ്ട് നിങ്ങൾ ആ ടെസ്റ്റ് എങ്കിലും എടുത്തു വെച്ച് PDF കിട്ടുന്നതെങ്കിലും എടുത്തു വെച്ച് എന്ത് ചെയ്യുക? വായിക്കുക. ഓക്കെ, ഇപ്പൊ ഗിഗ് പ്ലാറ്റ്ഫോം ഇനി മറക്കരുത്. ഗിഗ് പ്ലാറ്റ്ഫോമിൽ ഈ 4 ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ ഞാൻ ഈ തന്നിരിക്കുന്ന ഈ ബോക്സിലുള്ള 4 പഠിക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേരെന്താണ്? അശോക മണ്ഡപം, ആസ്ഥാന മണ്ഡപം, മഹാമണ്ഡപം, ഗണതന്ത്ര മണ്ഡപം. എന്താണ് രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേരെന്ന് പറയുന്നത്? എന്താണ്? ഗണതന്ത്ര മണ്ഡപം അല്ലേ? ഗണതന്ത്ര മണ്ഡപം എന്നാണ് രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേരെന്ന് പറയുന്നത്. എന്താണ്? ഗണതന്ത്ര മണ്ഡപം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സിന്ധു നദിയുടെ പോഷക നദികളിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് ഏത് എന്നാണ് ചോദിക്കുന്നത്. അപ്പം ആദ്യം ഓർക്കുക, സിന്ധു നദിയുടെ പോഷക നദികൾ നമുക്കറിയാം ഏതൊക്കെയാണ്? ചലം, ചിനാബ്, പിന്നെ ഏതാണ്? രവി, ബിയാസ്, പിന്നെ ഏതാണ്? സട്ലജ്.
ഇതാണ് എന്ത് സിന്ധു നദിയുടെ പോഷക നദികൾ എന്ന് പറയുന്നത്. അതെ, ചലം, ചിനാബ്, രവി, ബിയാസ്, സട്ലേജ് അല്ലേ? ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരിയായ ഉത്തരം. എന്നാലും നമുക്ക് താഴോട്ടുള്ളത് നോക്കാം. ചലം, ചിനാബ്, കോസി. കോസി എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? കോസി എന്താണ്? ഗംഗയുടെ പോഷക നദിയാണ് എന്ത്? കോസി എന്ന് പറയുന്നത് അല്ലേ? ദെൻ അടുത്ത നോക്കിയേ, ചലം, ചിനാബ്, രവി, തീസ്ത. തീസ്ത ആരുടെ പോഷക നദിയാണ്? ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണ് അല്ലേ? അപ്പൊ ഓർത്ത് വെക്കുക, ചലം, ചിനാബ്, രവി, ബിയാസ്, സട്ലജ്. ഇതാണെന്ത്? സിന്ധു നദികളുടെ പോഷക നദി എന്ന് പറയുന്നത്. അടുത്തതായി ഇവിടെ കൊടുക്കുന്ന സോൺ. സോണും എന്താണ്? ഗംഗയുടെ പോഷക നദിയാണ് കേട്ടോ. ഗംഗയുടെ പോഷക നദിയാണ്, ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഇന്ത്യയിലെ കാർഷിക കാലയളവിലെ റാബിയുടെ ശരിയായ വിളയിറക്കൽ കാലം ഏതാണ്? റാബിയുടെ ശരിയായ വിള ഇറക്കുന്ന കാലം ഏതാണ്? അപ്പൊ എന്താണ്? ഒക്ടോബർ മുതൽ നവംബർ മാസങ്ങളിലാണ്. ശൈത്യകാലത്തിന്റെ വരവോടെയാണ് നമ്മൾ എന്താണ് ഇത് ആരംഭിക്കുന്നത്. ശൈത്യകാലത്തിന്റെ വരവോട് കൂടിയാണ് നമ്മൾ ഇതിന്റെ വിളയിറക്കൽ ആരംഭിക്കുന്നത്. അപ്പോൾ ഏത് മാസമാണ്? നവംബർ മധ്യം അല്ലേ? ഒക്ടോബർ ടു നവംബർ മാസങ്ങളിൽ. അപ്പം ഇതിനകത്ത് ഓപ്ഷനിൽ നവംബർ മധ്യം, ബാക്കിയൊന്നുമല്ല, നവംബർ മാസത്തിലാണ് എന്ത് റാബിയുടെ ശരിയായ വിളയിറക്കൽ കാലം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റിലേക്ക് പോയേ. കോട്ടണോപോളിക്സ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ നഗരം ഏതാണ്? കോട്ടണോപോളിക്സ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ നഗരം ഏതാണ്? കൽക്കട്ട, ഡൽഹി, ഹൈദരാബാദ്, മുംബൈ. ഏതാണ്? മുംബൈ ആണ് കോട്ടണോപോളിക്സ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ നഗരം എന്ന് പറയുന്നത്. ഏതാണ്? മുംബൈ. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. 1959 ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുറക്കുശാല ഏതാണ്? ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ഭിലായ്, ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേല, ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ദുർഗാപൂർ, ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ബെക്കാറോ. ഏതാണ്? അതെ, ഏതാണ്? റൂർക്കേല. റൂർക്കേലയാണ് ആരുടെ സഹായത്തോടു കൂടി ഇത് ചെയ്തത്? ജർമ്മനിയുടെ സഹായത്തോടു കൂടി. എന്താണ്? ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടു കൂടി സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുറക്കുശാലയാണ് എന്ത്? റൂർക്കേല എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ ഭിലായ് ആരുടെ സഹായത്തോടു കൂടിയാണ്? റഷ്യ. ആരുടെയാണ്? റഷ്യ. ഭിലായ്. ദെൻ ദുർഗാപൂർ. ദുർഗാപൂർ ആരുടെ സാങ്കേതിക സഹായത്തോടു കൂടിയാണ്? അതെ, ബ്രിട്ടൻ അല്ലെ? ആരാണ്? ബ്രിട്ടൻ. ബെക്കാറോ ആരുടെ സഹായത്തോടു കൂടിയാണ്? റഷ്യ. ഓക്കെ, അപ്പോ ഓർത്തിരിക്കുക, ഭിലായ് എന്ന് പറയുന്നത് ഭിലായ് ആരുടെ സാങ്കേതിക സഹായത്തോടു കൂടി കൊണ്ടുവന്നതാണ്? റഷ്യയുടേത്. റൂക്കേല ജർമ്മനി, ദുർഗാപൂർ ആരാണ്? ബ്രിട്ടൻ, ബെക്കാറോ റഷ്യ. ഓക്കെ അല്ലേ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇന്ത്യയിലെ 6 വരി പാതകളായ സൂപ്പർ ഹൈവേകളെ ചേർത്ത് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ എന്ന് പേര് നൽകിയിട്ടുള്ള റോഡ് ഏതെല്ലാം നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ഏതൊക്കെയാണ് നോക്കാം. ഡൽഹി, മുംബൈ, ഹൈദരാബാദ്, കൊൽക്കത്ത, ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത, ഡൽഹി, ഹൈദരാബാദ്, ചെന്നൈ, കൊൽക്കത്ത, ഡൽഹി, ഹൈദരാബാദ്, അഹമ്മദാബാദ്, കൊൽക്കത്ത. അപ്പോ ഓർത്തിരിക്കുക, ഇന്ത്യയിലെ 4 പ്രധാനപ്പെട്ട മെട്രോ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഹൈവേകളുടെ ഒരു ശൃംഖലയാണ്. ഈ ശൃംഖലകളെയാണ് നമ്മൾ എന്താണ് ഒരു ഏകദേശം ഈ ശൃംഖലകളെ നമ്മൾ ഏകദേശം ഒരു ചതുരം പോലെയാണ് നമ്മൾ ഈ ശൃംഖലകളെ കാണുന്നത്. അതിനെയാണ് നമ്മൾ ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ എന്ന് വിളിക്കുന്നത്. ആ നാല് നഗരങ്ങൾ ഏതൊക്കെയാണ്? ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. ഓക്കെ, ഏതൊക്കെയാണ്? ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്തയാണ് ആ 4 നഗരങ്ങൾ എന്ന് പറയുന്നത്. അതിൽ ഡൽഹി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? വടക്കാറ്റുള്ളത്, വടക്ക്. ദെൻ മുംബൈ ആണെങ്കിലോ പടിഞ്ഞാറ്. ദെൻ ചെന്നൈ ആണെങ്കിലോ തെക്ക്. ദെൻ കൊൽക്കത്ത എന്ന് പറയുമ്പോൾ കിഴക്ക്. ഇതൊരു ചതുരം പോലെയാണ് നമ്മൾ ഇതിനെ, ഈ ശൃംഖലകളെ നമ്മളൊരു ചതുരം പോലെ കണക്കാക്കുന്നത് കൊണ്ടാണ് ഇതിനെ നമ്മൾ എന്താണ് ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ എന്താണ് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ എന്നതിനെ വിളിക്കുന്നത്. ആ പേര് വിളിക്കുന്ന 4 നഗരങ്ങൾ ഏതൊക്കെ നഗരങ്ങൾ തമ്മിലാണ് അത് ബന്ധിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. ഓക്കെ, ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന ഏതെല്ലാം താലൂക്കുകളാണ് മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത്? അപ്പോ ഇതിലൊരു ഇത് കിട്ടി. 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമായത്. അത് നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, എന്നാലും നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്ന്. തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട്. അതെ, തോവാള, അഗസ്തീശ്വരം, തിരുവട്ടാർ, വിളവൻകോട്. ഓപ്ഷൻ സി തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, തിരുവട്ടാർ. ഓപ്ഷൻ ഡി തോവാള, തിരുവട്ടാർ, കൽക്കുളം, വിളവൻകോട്. ഭയങ്കര കൺഫ്യൂഷൻ തോന്നുന്നല്ലേ? എല്ലാം ഉണ്ട് എല്ലാത്തിലും. അപ്പോൾ ഇതിൽ ഏതാണ് കേരളം രൂപീകൃതമായ സമയത്ത് തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന ഏതെല്ലാം താലൂക്കുകളാണ് മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത്? ഏതൊക്കെയാണ്?
തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവങ്കോട്. ഇതാണ് എന്ത് ചെയ്തത്? സംസ്ഥാനത്തിന് വിട്ടുകൊടുത്ത താലൂക്കുകൾ ഏതായിരുന്നു? തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പോവാം. ഡോക്ടർ DS കോത്താരി കമ്മീഷന്റെ ശുപാർശകളിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നതിൽ ഏതാണ്? നമ്മൾ ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഉൾപ്പെടുന്നതാണോ ഉൾപ്പെടാത്തതാണോ PSC ചോദിക്കുന്നെങ്കിൽ അത് അവിടെ തന്നെ നമ്മൾ ജസ്റ്റ് ഒരു അണ്ടർലൈൻ ഇങ്ങനെ കൊടുക്കണേ, ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കൊടുക്കണം. കാര്യം അല്ലെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കില്ല, പെട്ടെന്ന് നമ്മൾ മാറിപ്പോവും. ഓക്കെ, അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഉൾപ്പെടാത്തതാണേ. ഒന്നാമത്തെ ഓപ്ഷൻ 10 + 2 + 3 എന്ന് പറയുമ്പോഴത്തേക്ക് 10 + 1 + 2 ഡിഗ്രി 3 വർഷം. അത് ആ മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം. സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം. ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം. വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം. ഇതിൽ കോത്താരി കമ്മീഷന്റെ ശുപാർശകളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചത്. അപ്പൊ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. എന്നാൽ മാത്രമേ ഉൾപ്പെടാത്തത് ഏതാണെന്ന് നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഉൾപ്പെടാത്തത് ഏത് എന്നാണോ, അല്ലേ? അപ്പൊ ഏതാണ് ഇതിൽ ഉൾപ്പെടാത്തത്? അതെ, ഏതാണ്? ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം എന്നുള്ളതാണ് ഇതിൽ ഉൾപ്പെടാത്തത്, അല്ലേ? ബാക്കി എന്താണ്? ഇതെല്ലാം എന്താണ്? 10 + 2 സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം, അതുപോലെ മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം എന്നൊക്കെ ഉള്ളത് കോത്താരി കമ്മീഷന്റെ ശുപാർശകളിൽ ഉൾപ്പെടുന്നതാണ്. ഉൾപ്പെടാത്തത് ഏതാണ്? ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. കേരളത്തിലെ ഏത് നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ചത്? അരൂർ, പരവൂർ, പുനലൂർ, പേരാവൂർ. ഓക്കെ, കൺഫ്യൂഷൻ വേണ്ടിയാണ് നമ്മൾ ഇത് കണ്ടോ? ഓക്കെ, അപ്പോ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഏതാണ്? കേരളത്തിലെ ഏത് നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ചതാണ്? കേരളത്തിൽ എന്നല്ല, ഇന്ത്യയിൽ തന്നെ ആദ്യമായി 1982 മെയ് മാസത്തിൽ നടന്ന തിരഞ്ഞെടുപ്പില് എവിടെയാണ്? പറവൂര് ആണ് എന്ത് ചെയ്തത്? ആദ്യമായിട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ചത്. എവിടെയാണ്? പറവൂരാണ് ആദ്യമായിട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ചത്. ഓക്കെ, ഇന്ന് 1982 മെയ്യിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ തന്നെ, കേരളത്തിൽ എന്നല്ല, ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ നിന്നും ലഭിക്കുന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ പീറ്റ്, ബി ആന്ത്രാസൈറ്റ്, സി ബിറ്റുമിനസ്, ഡി ലിഗ്നൈറ്റ്. ഇതിൽ ഏതാണ് തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ നിന്നും ലഭിക്കുന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി? ഓക്കെ, ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി ഏതാണ്? ലിഗ്നൈറ്റ് ആണ്. താരതമ്യേന ഇന്ധനക്ഷമത കുറഞ്ഞതും അതുപോലെ തന്നെ എന്താണ്? കാർബന്റെ അംശം ഏറ്റവും കുറഞ്ഞതുമായ കൽക്കരിയാണ് എന്ന് കണക്കാക്കപ്പെടുന്ന കൽക്കരിയാണ് ഇത്? ലിഗ്നൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റവും മികച്ചതാണ് എന്ത്? ആന്ത്രാസൈറ്റ് എന്ന് പറയുന്നത് ഏറ്റവും മികച്ചതാണ്. ഓക്കെ, അതുപോലെ ലിഗ്നൈറ്റ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ഗുണനിലവാരം ഉള്ളതാണ് കേട്ടോ. അപ്പൊ ഏറ്റവും എന്താണ് ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി താഴെ നൽകിയിരിക്കുന്നവയിൽ താരതമ്യേന ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ലിഗ്നൈറ്റ് ആണ്. ഓക്കെ, അതുപോലെ പീറ്റ് എന്ന് പറയുന്നത് എന്താണ്? കൽക്കരിയുടെ ആദ്യ രൂപമാണ് എന്ത്? പീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. സാമൂഹ്യ പരിഷ്കർത്താക്കളും അവർ രൂപം നൽകിയ പ്രസ്ഥാനങ്ങളുമാണ് താഴെ നൽകിയിരിക്കുന്നത്. തെറ്റായത് ഏതാണെന്ന് രേഖപ്പെടുത്തി കണ്ടെത്തുക. 1 വാഗ്ഭടാനന്ദം ആത്മവിദ്യാസംഘം. ശരിയാണോ? ശരിയാണ്, അല്ലേ? വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം ശരിയാണ്. അടുത്ത നോക്കിയേ, VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ. ശരിയാണോ? ശരിയാണ്. അടുത്ത നോക്കി, കുമാരഗുരുദേവൻ സമത്വ സമാജം. അത് ശരിയാണോ? നോക്കാം. പണ്ഡിറ്റ് KP കറുപ്പൻ ആരയ സമാജം. ശരിയാണോ? അതും ശരിയാണ്. ഇതിൽ ഏതാണ് തെറ്റെന്ന് പറയുന്നത്? കുമാരഗുരുദേവൻ സമത്വ സമാജം എന്ന് പറയുന്നതാണ് തെറ്റ്. സമത്വ സമാജം ആരുടേതാണിതാ? വൈകുണ്ഠ സ്വാമിയുടേതാണ്, അല്ലേ? വൈകുണ്ഠ സ്വാമികളുടെ ആണ് എന്ത്? സമത്വ സമാജം എന്ന് പറയുന്നത്. അതുപോലെ കുമാരഗുരുദേവന്റെ എന്താണ്? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. ഓക്കെ, അപ്പൊ വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം, VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ, പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമാജം, കുമാരഗുരുദേവൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, സമത്വ സമാജം വൈകുണ്ഠ സ്വാമികൾ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അതിൽ പഠിച്ചില്ലേ? അപ്പം സമത്വ സമാജം ആരാണ്? വൈകുണ്ഠ സ്വാമികൾ. അതുകൊണ്ടാണ് അത് തെറ്റാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഇന്ത്യൻ സംസ്കാരത്തിൽ ആകർഷ്ടയായി 1893 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിത ആരാണ്? അരുണ ആസഫ് അലി, സരോജിനി നായിഡു, മാഡം കാമ, ആനി ബെസന്റ്. ആരാണ്? ആനി ബെസന്റ് ആണ് ഉത്തരം. ഇന്ത്യൻ സംസ്കാരത്തിൽ ആകർഷ്ടയായി 1893 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിതയാണ് ആര്? ആനി ബെസന്റ് എന്ന് പറയുന്നത്. തിയോസഫിക്കൽ സൊസൈറ്റി, അല്ലേ? നമുക്കറിയാം, തിയോസഫിക്കൽ സൊസൈറ്റിയിൽ അംഗമായിരുന്നു. അതുപോലെ തന്നെ എന്താണ്, കൂടാതെ എന്താണ്, ഹോം റൂൾ മൂവ്മെന്റിന് നേതൃത്വം നൽകി, അല്ലേ? അത് ഓർത്ത് വയ്ക്കുക. ഹോം റൂൾ മൂവ്മെന്റിന് നേതൃത്വം നൽകിയതും ആരാണ്? ആനി ബെസന്റ് ആണ്. അപ്പം ഇന്ത്യൻ സംസ്കാരത്തിൽ ആകർഷയായി
1893 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിതയാണ് ആര്? ആനി ബെസന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച, ഈ ക്വസ്റ്റ്യൻ ഇതുപോലെ റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഏതാണ്? ജാലിയൻ വാലാബാഗ്, ദെൻ ചൗരി ചൗര സംഭവം, ഉപ്പ് സത്യാഗ്രഹം, ചമ്പാരം സത്യാഗ്രഹം. ഏതാണ്? ചൗരി ചൗര സംഭവമാണ് നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം എന്ന് പറയുന്നത്. ചൗരി ചൗര എന്ന് പറയുന്നത് 1922 ഫെബ്രുവരി 5 യു പിയിൽ വെച്ച് നടന്ന സംഭവമാണ്. എന്താണ്? ചൗരി ചൗര പ്രക്ഷോഭിതരായ ജനങ്ങള് ഒരു പോലീസ് സ്റ്റേഷനെതിരായിട്ട് വെടിവെപ്പും അതുപോലെ തന്നെ തീയിടുകയൊക്കെ ചെയ്തു. അങ്ങനെ 22 പോലീസുകാർ മരണപ്പെടുകയൊക്കെ ചെയ്തു. അതിന്റെ ദുഃഖത്തിൽ അല്ലെങ്കിൽ അതിനെ തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചത് അല്ലേ? അപ്പം ഏതാണ് സംഭവം? ചൗരി ചൗര സംഭവമാണ്. വർഷം പഠിക്കുക 1922 ഫെബ്രുവരി 5. അങ്ങനെയാണെങ്കിൽ ജാലിയൻ വാലാബാഗ് അറിയാം, വർഷം 1919. ദെൻ അടുത്ത നോക്കിയേ, ഉപ്പ് സത്യാഗ്രഹം വർഷം പറഞ്ഞേ 1930. ചമ്പാരം സത്യാഗ്രഹം വർഷം പറഞ്ഞേ 1917. ഓക്കെ, അപ്പോൾ നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഏതാണ്? ചൗരി ചൗര സംഭവം. എന്നാണ് വർഷം? 1922. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട ഭരണാധികാരി ആരാണ്? നാനാ സാഹിബ്, താന്തിയ തോപ്പി, റാണി ലക്ഷ്മിബായ്, ബഹദൂർ ഷാ രണ്ടാമൻ. ആരാണ്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട ഭരണാധികാരി ആരാണ്? ബഹദൂർ ഷാ രണ്ടാമൻ. ഡൽഹിയിൽ വെച്ച് അവസാനത്തെ മുഗൾ ചക്രവർത്തി ആയിരുന്നു ബഹദൂർ ഷാ രണ്ടാമൻ എന്ന് പറയുന്നത്. നാനാ സാഹിബ് അപ്പം ഏത് കലാപത്തിനാണ് നേതൃത്വം നൽകിയത്? കാൺപൂർ അല്ലെ? നാനാ സാഹിബ് കാൺപൂർ ഉള്ള കലാപത്തിനാണ് നേതൃത്വം നൽകിയത്. അതുപോലെ താന്തിയ തോപ്പി എന്ന് പറയുന്നത് എന്താണ്? നാനാ സാഹിബിന്റെ സൈനിക മേധാവിയായിരുന്നു ആര്? താന്തിയ തോപ്പി. റാണി ലക്ഷ്മിബായി എന്ന് പറയുമ്പോഴത്തേക്കും എവിടെയാണ്? ഇവിടുത്തെ കലാപത്തിനാണ്? ഝാൻസിയിലെ കലാപത്തിന് നേതൃത്വം നൽകിയ ആളാണ് ആര്? റാണി ലക്ഷ്മിബായി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ബാലഗംഗാധർ തിലകൻ, ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായ്, ഗോപാലകൃഷ്ണ ഗോഖലെ. ആരെയാണ് ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ചത്? ആരെയാണ്? അതെ, ബാലഗംഗാധർ തിലകനെയാണ് ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനി എന്ന് പറയുന്നത്. എടാ, അദ്ദേഹത്തിന്റെ മുദ്രാവാക്യമാണ് സ്വരാജ്യം എന്റെ ജന്മ അവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും അല്ലേ? ഞാൻ ഇവിടെ എഴുതുന്നില്ല. സ്വരാജ്യം എന്റെ ജന്മാവകാശമാണ്, നിങ്ങൾ എഴുതി വെച്ചോളാം. എന്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും. ആരുടെ മുദ്രാവാക്യമാണ്? ബാലഗംഗാധർ തിലക്. കേസരി പത്രങ്ങൾ അറിയാലോ, കേസരി, മറാത്തി, ഇതൊക്കെ. ദെൻ അതുപോലെ തന്നെ എന്താണ്? ഫാദർ ഓഫ് അൺട്രസ്റ്റ്, ഇന്ത്യൻ അൺട്രസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ബാലഗംഗാധർ തിലകിനെയാണ് ഇന്ത്യയുടെ അശാന്തിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ ലാലാ ലജ്പത് റായ് എന്ന് പറയുന്നത് എന്താണ്? പഞ്ചാബ് കേസരി അല്ലെ? ലാലാ ലജ്പത് റായ് എന്താണ്? പഞ്ചാബ് കേസരി. ദെൻ അടുത്ത നോക്കിയേ, ബിപിൻ ചന്ദ്രപാൽ എന്താണ്? ഇന്ത്യയുടെ വിപ്ലവ ചിന്തകളുടെ പിതാവ്. എന്താണ്? ഇന്ത്യയുടെ വിപ്ലവ ചിന്തകളുടെ പിതാവാണ് ആര്? ബിപിൻ ചന്ദ്രപാൽ. ദെൻ സെർവൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി ആണ് എന്ത്? ഗോപാലകൃഷ്ണ ഗോഖലെ. ഏതാണ്? സെർവൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി. ഓക്കെ, അത് എഴുതി വെച്ചോളെ, സെർവൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ ആരാണ്? രാജാ രവിവർമ്മ, അബനീന്ദ്രനാഥ് ടാഗോർ, രവീന്ദ്രനാഥ് ടാഗോർ, സത്യേന്ദ്രനാഥ് ടാഗോർ. ആരാണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്? ആരാണ്? അബനീന്ദ്രനാഥ് ടാഗോർ ആണ് അല്ലേ? അബനീന്ദ്രനാഥ് ടാഗോർ ആണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ സയൻസിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണത്തിന് വേണ്ടി 1950 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ പുതിയ രൂപം എന്താണ്? നീതി ആയോഗ്, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്, GST, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. എന്തായാലും ഇതൊന്നും അല്ല, നമുക്കിത് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം അല്ലെ? ഏതാണ്? നീതി ആയോഗ് ആണ് 1950 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ പുതിയ രൂപം എന്ന് പറയുന്നത്. ഏതാണ്? നീതി ആയോഗ്. അപ്പം ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 1950 എന്താണ്? മാർച്ച് 15 ഫസ്റ്റ് ചെയർമാൻ എന്ന് പറയുന്നത് ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു അല്ലേ? ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. ഇപ്പൊ നീതി ആയോഗിലോട്ട് വരുമ്പോൾ നീതി ആയോഗ് വന്നത് 2015 ജനുവരി 1 അത് നിലവിൽ വന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ, അതാണ് എന്ത്? നീതി ആയോഗ് എന്ന് പറയുന്നത്.
അതിന്റെ ചെയർമാൻ ആരായിരിക്കും? പ്രധാനമന്ത്രിയാണ്. ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ഓക്കെ, ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ഇത് ഇത്രയും ഓർത്തു വെക്കുക. അപ്പോ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950-ലാണ്. അന്ന് അതിന്റെ ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു, ഓർത്തിരിക്കുക. നീതി ആയോഗ് 2015 ജനുവരി 1-ലാണ് നിലവിൽ വന്നത്. ആസ്ഥാനം ന്യൂഡൽഹിയാണ്. പ്രധാനമന്ത്രിയാണ് അതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഓഫ് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? പ്രോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഓഫ് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? സുരേന്ദ്രനാഥ് ബാനർജി, ബദറുദ്ദീൻ തയാബ്ജി, ദാദാഭായ് നവറോജി, ഫിറോസ് ഷാ മേത്ത. ഇതിൽ ആരാണ് പ്രോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഓഫ് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത്? അതെ, ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നതാണ് ആര്? ദാദാഭായ് നവറോജി എന്ന് പറയുന്നത്. ചോർച്ചാ സിദ്ധാന്തം അല്ലെ? ചോർച്ചാ സിദ്ധാന്തം എന്ന് പറയുന്നത് എന്താണ്? ഡ്രെയിൻ തിയറി എന്ന് വെച്ചാൽ ഇന്ത്യയിലെ സമ്പത്ത് ബ്രിട്ടീഷുകാർ എങ്ങനെയാണ് ലണ്ടനിലേക്ക് കൊണ്ടുപോയത്, കടത്തിക്കൊണ്ടുപോയത് എന്ന് പറയുന്നതാണ് എന്ത്? ചോർച്ചാ സിദ്ധാന്തം എന്ന് പറയുന്നത്. അതും ആരതാണ്? ദാദാഭായ് നവറോജിയുടേതാണ്. അതുപോലെ ഓർത്തിരിക്കുക, മറ്റു കാര്യങ്ങൾ പറയാം. 1906 നമ്മുടെ കൽക്കട്ടയിലെ കോൺഗ്രസ് സമ്മേളനത്തിൽ വച്ചാണ് ഇദ്ദേഹം ആദ്യമായിട്ട് എന്താണ് സ്വരാജ് എന്ന് പറയുന്ന വാക്ക് പറഞ്ഞത്. സ്വരാജ്. അപ്പം ഏത് INCയുടെ ഏത് സമ്മേളനത്തിലാണെന്ന് ചോദിച്ചാൽ എന്താണ്? 1906 എവിടെ നടന്നതെന്ന് ചോദിച്ചാൽ കൽക്കട്ടയിൽ നടന്ന സമ്മേളനത്തിലാണ് വെച്ചാണ് അദ്ദേഹം ആദ്യമായി സ്വരാജ് എന്ന് പറയുന്ന വാക്ക് ഉച്ചരിച്ചത്. അതുപോലെ INCയിൽ അദ്ദേഹം 3 തവണ പറഞ്ഞിട്ടുണ്ട്. 3 തവണ പ്രസിഡന്റ് ആയിരുന്നു. ഏതൊക്കെ വർഷമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1886, അതുപോലെ എന്താണ് 1893, 1906 അദ്ദേഹം എന്താണ് INCയുടെ പ്രസിഡന്റ് ആയിരുന്നു. ഇനി സുരേന്ദ്രനാഥ് ബാനർജി എന്താണ്? ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ സ്ഥാപിച്ചത് ആരാണ്? സുരേന്ദ്രനാഥ് ബാനർജി ആയിരുന്നു. അതുപോലെ എന്താണ് ഫിറോസ് ഷാ മേത്ത എന്താണ്? ബോംബെ ക്രോണിക്കിൾ അല്ലേ? അത് ഓർത്തു വയ്ക്കുക, ബോംബെ ക്രോണിക്കിൾ. ബദറുദ്ദീൻ തയാബ്ജി എന്ന് പറയുന്നത് എന്താണ്? INCയുടെ ആദ്യത്തെ എന്താണ് മുസ്ലിം പ്രസിഡന്റ് ആയിരുന്നു. എന്ത്? ബദറുദ്ദീൻ തയാബ്ജി എന്ന് പറയുന്നത് ആരാണ്? INCയുടെ ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റ് ആയിരുന്നു. ഓക്കെ, ഇത്രയും കാര്യമൊന്നും ഇല്ലെങ്കിലും കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെക്കുക. പ്രോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ദാദാഭായ് നവറോജിയാണ്. അദ്ദേഹത്തിന്റെ തന്നെയാണ് ഡ്രെയിൻ തിയറി, അത് ഓർത്തു വെക്കുക. അതുപോലെ ഫിറോസ് ഷാ മേത്തയുടേതാണ് ബോംബെ ക്രോണിക്കിൾ. ഓക്കെ, അതുപോലെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഈ ദാദാഭായ് നവറോജിയുടെ ഇത് ഓർത്തു വെച്ചോളേ. 1906 കൽക്കട്ട സമ്മേളനത്തിൽ വെച്ചാണ് അദ്ദേഹം ആദ്യമായി സ്വരാജ് എന്ന് പറയുന്ന വാക്ക് ഉച്ചരിച്ചത്. അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. ഓക്കെ, എവിടെ വെച്ച് വർഷവും പഠിച്ചു വെക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്. ഇതൊക്കെ ഒരുപാട് PSC ചോദിച്ചു വന്ന ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ? നിങ്ങൾക്ക് തന്നെ അറിയാം, ഇതൊക്കെ ഒരുപാട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ആരാണ്? രാജാറാം മോഹൻ റോയ്, ശ്രീനാരായണ ഗുരു, സ്വാമി ദയാനന്ദ സരസ്വതി, സ്വാമി വിവേകാനന്ദൻ. ആരാണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്? ആരാണ്? അതെ, ആരാണ്? രാജാറാം മോഹൻ റോയ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിനെ ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നും അറിയപ്പെടുന്നു. എന്താണ്? ആധുനിക ഇന്ത്യയുടെ ശില്പി. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നും എന്താണ്? രാജാറാം മോഹൻ റോയ് അറിയപ്പെടുന്നുണ്ട്. അതുപോലെ എന്താണ്? 1828 എന്താണ്? ബ്രഹ്മസമാജം സ്ഥാപിച്ചു. എന്താണ്? ബ്രഹ്മസമാജ്. ഓർത്തു വെച്ചോളെ, ബ്രഹ്മസമാജം സ്ഥാപിച്ചു ആര്? രാജാറാം മോഹൻ റോയ്. ഓക്കെ, അതുപോലെ സ്വാമി ദയാനന്ദ സരസ്വതി എന്താണ്? ഏത് സമാജമാണ്? ഓർത്തിരിക്കുക, ആര്യ സമാജം അല്ലേ? ഏതാണ്? ആര്യ സമാജം. ദെൻ സ്വാമി വിവേകാനന്ദൻ എന്താണ്? രാമകൃഷ്ണ മിഷൻ. ഇത് ഓർത്തിരിക്കണേ കേട്ടോ. അപ്പൊ ആര്യ സമാജം ഓർത്തിരിക്കുക. ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജം. അത് എപ്പോഴും മറന്നു പോകും. ബ്രഹ്മസമാജവും ആര്യ സമാജവും തമ്മിൽ തെറ്റിപ്പോകരുത്. ഓക്കെ, അടുത്ത ദിവസത്തിലേക്ക് പോകാം. ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയമിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? HN കുൻസ്രു, VP മേനോൻ, KM പണിക്കർ, ഫസൽ അലി. ആരാണ് ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയമിച്ച പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ആരാണ്? ഫസൽ അലി. ഓക്കെ, 1953 ഫസൽ അലി കമ്മീഷൻ രൂപീകരിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ആരാധന സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന പ്രക്ഷോഭങ്ങളുടെ സ്വാധീന ഫലമായി തിരുവിതാംകൂർ സർക്കാർ ക്ഷേത്ര പ്രവേശന വിളംബരം എന്താണ്? ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏതാണ്? 1936 ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. എന്താണ്? 1936. നോക്കൂ, 1931 എന്താണ്? അതെ, എന്താണ്? ഗുരുവായൂർ സത്യാഗ്രഹം. എന്താണ്? ഗുരുവായൂർ സത്യാഗ്രഹം. 1921 എന്താണ്? മലബാർ കലാപം. ഓർത്തു വെച്ചോളെ, മലബാർ റെബല്യൻ. ഓക്കെ, അപ്പൊ എന്താണ്? ആരാധന സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന പ്രക്ഷോഭങ്ങളുടെ സ്വാധീന ഫലമായി തിരുവിതാംകൂർ സർക്കാർ ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം എന്താണ്? 1936. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? അപ്പൊ എന്താണ്? ഉൾപ്പെടാത്തത് ഏത്? വിദ്യാഭ്യാസത്തിനുള്ള അവകാശം,
ന്യൂനപക്ഷങ്ങളുടെ ഭാഷ, സംസ്കാരം ഇവ സംരക്ഷിക്കുന്നതിനുള്ള അവകാശം, ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള അവകാശം, ഇവയൊന്നും തന്നെ അല്ല. ഏതാണ്? ആദ്യത്താണ് അല്ലെ. നമുക്കറിയാം വിദ്യാഭ്യാസത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 21A ആണ്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് 21A ആണ്. ഈ പറയുന്ന സാംസ്കാരികവും വിദ്യാഭ്യാസവും പറയുന്ന മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 29, 30 വരുന്നതാണ് അല്ലെ. പക്ഷെ ആദ്യത്തെ എന്താണ്? 21A ആണ്. അപ്പൊ ഉത്തരം ഏതാണ്? ഉൾപ്പെടാത്തത് ഏതാണ്? വിദ്യാഭ്യാസത്തിനുള്ള അവകാശമാണ് അതിൽ ഉൾപ്പെടാത്തത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് നിലവിലുള്ള രാജ്യം ഏതാണ്? അമേരിക്ക, ഇന്ത്യ, ശ്രീലങ്ക, സ്വിറ്റ്സർലൻഡ്. ഇതിൽ ഏതിലാണ്ട അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് നിലവിലുള്ളത്? എവിടെയാണ്? ശ്രീലങ്കയിലാണ് അല്ലേ. ശ്രീലങ്കയിലാണ് അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ്. അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ്. അമേരിക്കയിൽ എന്താണ്? പ്രസിഡൻഷ്യൽ രീതിയാണ് അല്ലേ. അമേരിക്കയിൽ എന്താണ്? പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് ആണ്. അർദ്ധ പ്രസിഡൻഷ്യൽ എവിടെയാണ്? ശ്രീലങ്കയിലാണ്. ഇന്ത്യയിൽ എന്ത് രീതിയാണ്? പാർലമെന്റ് ആണ് അല്ലേ. ഇന്ത്യയിൽ എന്ത് രീതിയാണ്? പാർലമെന്റ് രീതിയാണ്. അമേരിക്കയിലാണെങ്കിൽ പ്രസിഡൻഷ്യൽ. അർദ്ധ പ്രസിഡൻഷ്യൽ എവിടെയാണ്? ശ്രീലങ്ക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്തരിച്ചപ്പോൾ പ്രസിഡന്റ് പദം ഏറ്റെടുത്ത ഇതാരായിരുന്നു എന്നുള്ളതാണ്. വി ഗിരി, ഡോക്ടർ സക്കീർ ഹുസൈൻ, BP ജെട്ടി, ധ്യാനി സെയിൽ സിംഗ്. ഇതിൽ ആരായിരുന്നു? അപ്പം ഫക്രുദ്ദീൻ അലി അഹമ്മദ് എന്ന് പറയുന്നത് എന്താണ്? പ്രസിഡന്റ് പദവിയിൽ ഇരിക്കെ തന്നെ അന്തരിച്ച ഒരാളാണ്. ആര്? ഫക്രുദ്ദീൻ അലി അഹമ്മദ് എന്ന് പറയുന്നത്. ആ സമയത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്ന BD ജെട്ടി ആയിരുന്നു. ആ സമയത്ത് എന്താണ്? താൽക്കാലികമായി പ്രസിഡന്റ് പദം ഏറ്റെടുത്ത വ്യക്തി. ഓക്കെ, അപ്പൊ ഓപ്ഷൻ C ആണ് ഉത്തരം. അപ്പം ഫക്രുദ്ദീൻ 1977 ഫെബ്രുവരിയിലാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് പദവിയിൽ ഇരിക്കെ അന്തരിച്ചപ്പോൾ ആ സമയത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്ന BD ജെട്ടി ആയിരുന്നു എന്തായി മാറ്റിയത്? പ്രസിഡന്റ് പദവും താൽക്കാലിക പ്രസിഡന്റ് പദവി കൊടുത്തത്. ആർക്കായിരുന്നു? BD ജെട്ടി. അപ്പം എന്നാണ് 1977 ഫെബ്രുവരിയിലാണ് അദ്ദേഹം ഫക്രുദ്ദീൻ അലി അഹമ്മദ് പദവിയിൽ ഇരിക്കെ അന്തരിച്ചത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. അന്താരാഷ്ട്ര തർക്കങ്ങൾ മധ്യസ്ഥം വഴി ഒത്തുതീർപ്പാക്കുന്നതിന് രാജ്യം പ്രോത്സാഹിപ്പിക്കേണ്ടത് എന്ന് പരാമർശിക്കുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 51(1), 51(2), 51(3), 51(4). ഏതാണ്? 51(4) അന്താരാഷ്ട്ര തർക്കങ്ങൾ മധ്യസ്ഥം വഴി ഒത്തുതീർപ്പാക്കുന്നതിന് രാജ്യം പ്രോത്സാഹിപ്പിക്കേണ്ടത് എന്ന് പരാമർശിക്കുന്ന അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 51(4). ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. രാജ്യസഭയുടെ അധ്യക്ഷനും ഉപ അധ്യക്ഷനും ലോക്സഭയുടെ സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കർക്കും ഉള്ള ശമ്പളം, ബത്ത, അലവൻസും ഇവയെക്കുറിച്ച് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 73, 97, 116, 70. ഇതിൽ ഏതാണ് ആർട്ടിക്കിൾ? ആർട്ടിക്കിൾ 97 ആണ് ലോകസഭയുടെയും സ്പീക്കറുടെയും അതുപോലെ ഡെപ്യൂട്ടി സ്പീക്കറിന്റെ ഒക്കെ ശമ്പളവും അലവൻസസ് ഒക്കെ പറയുന്നത് ഏതാണ്? ആർട്ടിക്കിൾ 97 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആർട്ടിക്കിൾ 73 എന്ന് പറയുന്നത് എന്താണ്? 73 എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ എക്സിക്യൂട്ടീവ് പവർ ഓഫ് യൂണിയൻ. എന്താണ്? എക്സിക്യൂട്ടീവ് പവർ ഓഫ് യൂണിയൻ ആണ് എന്തെന്ന് പറയുന്നത്? ആർട്ടിക്കിൾ 73 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 116 എന്ന് പറയുന്നത് എന്താണ്? ഓഡ്സ് ഓൺ അക്കൗണ്ട്. ഏതാണ്? ഓഡ്സ് ഓൺ അക്കൗണ്ട് അല്ലെങ്കിൽ ഓഡ്സ് ഓൺ ക്രെഡിറ്റ് എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 116. ആർട്ടിക്കിൾ 70 എന്ന് പറയുന്നത് എന്താണ്? ആർട്ടിക്കിൾ 70 എന്ന് പറയുന്നത് എന്താണ്? അടിയന്തര സാഹചര്യങ്ങളിൽ രാഷ്ട്രപതിയുടെ ചുമതലകൾ അല്ലെ. അടിയന്തര സാഹചര്യങ്ങളിൽ രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കുന്നതിനെ കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 70 എന്ന് പറയുന്നത്. അപ്പം ലോക്സഭാ സ്പീക്കറുടെയും ഡെപ്യൂട്ടി സ്പീക്കറുടെയും ശമ്പളവും അലവൻസസ് ഒക്കെ പറയുന്നത് ഏതാണ്? ആർട്ടിക്കിൾ 97. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഹൈക്കോടതിയിലെ ജഡ്ജിയുടെ കർത്തവ്യ പെരുമാറ്റത്തെ പറ്റി സംസ്ഥാന നിയമ നിർമ്മാണ സഭയിൽ ചർച്ചയാകാം. നിയമസഭയിലെ അംഗമായി തിരഞ്ഞെടുക്കുവാൻ ഒരു അവിമുക്ത നിർധനരായിരിക്കുവാൻ പാടില്ല. ഗവർണറുടെ ശമ്പളവും ബത്തയും സഞ്ചിത നിധിയിൽ ഉൾപ്പെട്ടതാണ്. ഹൈക്കോടതി ജഡ്ജിമാർക്ക് ശമ്പളം പാർലമെന്റ് നിയമം വഴി തീരുമാനിക്കുന്നു. ഇതിൽ ഏതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന എന്നുള്ളത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഏതാണ് തെറ്റായ പ്രസ്താവന? ഹൈക്കോടതി ജഡ്ജിയുടെ കർത്തവ്യ പെരുമാറ്റത്തെ പറ്റി സംസ്ഥാന നിർമ്മാണ സഭയിൽ ചർച്ചയാകാൻ പാടില്ല. എന്താണ്? ഭരണഘടന പ്രകാരം സുപ്രീം കോടതിയിലും അതുപോലെ ഹൈക്കോടതിയിലെയും ജഡ്ജിമാരുടെ ഔദ്യോഗികമായ പെരുമാറ്റത്തെ കുറിച്ച് എന്താണ്? പാർലമെന്റിലോ നിയമസഭയിലോ എന്ത് ചെയ്യാൻ പാടില്ല? ചർച്ച ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രസ്താവനയാണ് തെറ്റെന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. വിവരാവകാശ കമ്മീഷന്റെ ഘടന. അപ്പൊ നമ്മൾ ഓർത്തിരിക്കുക, വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുമ്പോഴത്തേക്കും RTI 2005 ആക്ട് RTI ആക്ട് 2005 വിവരാവകാശ നിയമപ്രകാരം ഒക്ടോബർ 12 കേന്ദ്ര വിവരാവകാശം സ്ഥാപിതമായത്. ഓർത്തിരിക്കുക. ഇനി കേന്ദ്ര വിവരാവകാശ കമ്മീഷണറും സംസ്ഥാനം ഉണ്ടല്ലോ, അതിൽ കേന്ദ്രത്തിനാണെങ്കിൽ നമ്മൾ ഓർക്കുക, കേന്ദ്ര
വിവരാവകാശ കമ്മീഷനെ ആണെങ്കിൽ നിയമിക്കുന്നത് ആരാണ്? നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അത് ഓർത്തിരിക്കണേ. രാഷ്ട്രപതിയാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അവരുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി. ഓക്കെ, അതിന്റെ ഘടന എങ്ങനെയാണ്? ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10 കൂടാതെ അംഗങ്ങളും കാണും. എന്നാൽ സംസ്ഥാനത്തിലോട്ട് വരുമ്പോഴാണെങ്കിലോ, സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ആണെങ്കിൽ അവരെ നിയമിക്കുന്നത്, അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? ഓർക്കുക, ഗവർണറാണ് നിയമിക്കുന്നത്. അതിലെങ്ങനെയാണ്? മുഖ്യ വിവരാവകാശ കമ്മീഷണറും അതുപോലെ തന്നെ ആരും കാണും? 10 കൂടാതെ തന്നെയാണ്, 10 കൂടാതെ അംഗങ്ങളും കാണും. ഇത്രയും ഓർത്തു വെക്കുക കേട്ടോ. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്ന ഉത്തരം അനുസരിച്ച് വിവരാവകാശ കമ്മീഷന്റെ ഘടന പറയുന്ന ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഏതാണ്? മുഖ്യ വിവരാവകാശ കമ്മീഷൻ, സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ, സെക്രട്ടറി, നിയമവിദഗ്ധൻ, ധനകാര്യ വിദഗ്ധൻ, ജോയിന്റ് സെക്രട്ടറി, സെക്ഷൻ ഓഫീസർ. ഇത്രയും പേരടങ്ങുന്നതാണ് ഒരു മുഖ്യ വിവരാവകാശ ഘടന എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഡോക്ടർ KL വിവേകാനന്ദൻ, ശ്രീമതി ശൈല BV, ശ്രീ V ഹരി നായർ, ശ്രീ ഗോപകുമാർ R. ഇതിൽ ആരാണ് നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണർ? ആരാണ് നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണർ എന്ന് പറയുന്നത്? ശ്രീ V ഹരി നായർ ആണ് നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണറാണ് ശ്രീ V ഹരി നായർ. പക്ഷേ ഓർത്തിരിക്കുക, ഇപ്പോഴത്തെ ഒരു കറണ്ട് അഫയർ ആണ്, നിലവിൽ ഉള്ള ഒരു കറണ്ട് അഫയർ ആണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ എന്ത് ചെയ്തു? മാറിയിട്ടുണ്ട്. പുതിയ ആളാണ്. ആരാണ്? PR രമേശ്. അത് എഴുതി വെച്ചോളേ. PR രമേശ് ആണ്. PR രമേശ് ആണ് നിലവിലെ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ. അപ്പൊ അടുത്ത പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും, നിലവിലെ കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ ആരാണെന്ന്. അപ്പൊ ഈ ശ്രീ V ഹരികുമാറും കാണും, ഹരി നായറും കാണും. കൺഫ്യൂഷൻ വരും. കേന്ദ്രമാണോ എന്നൊക്കെ ഉള്ളത് ഓർത്തിരിക്കുക. ആരാണ്? PR രമേശ്, പുതിയതായിട്ട് മാറിയ ആള് കേട്ടോ. ഇവിടെ നിലവിലെ കേരള വിവരാവകാശ കമ്മീഷൻ ആരാണ്? ശ്രീ V ഹരി നായർ ആണ് കേരള വിവരാവകാശ കമ്മീഷണർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇന്ത്യയിലെ ആദ്യ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാഗ് റോഡ് ഉദ്ഘാടനം നടന്നത് NH 66 കാസർഗോഡ് കഴക്കൂട്ടം. ഓപ്ഷൻ ബി NH 66 മുംബൈ ഗോവ. ഓപ്ഷൻ സി NH 66 ബാംഗ്ലൂർ ചെന്നൈ. ഓപ്ഷൻ ഡി NH 66 ഡൽഹി ആഗ്ര. ഇതിൽ ഏതാണ് ഹൈവേ? ഇതൊക്കെ കറണ്ട് അഫയർ ആണ്. ആ സമയത്ത് കറണ്ട് അഫയർ ആയിരുന്നു കേട്ടോ. നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാഗ് റോഡ് ഉദ്ഘാടനം നടന്നത്, ഇന്ത്യയിലെ ആദ്യ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാഗ് ഉദ്ഘാടനം നടന്നത് എവിടെയാണ്? അതെ, NH 66 മുംബൈ ഗോവ. ഓക്കെ, ഓർത്തിരിക്കുക, NH 66 മുംബൈ ഗോവയാണ് നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാഗ് റോഡ് ഉദ്ഘാടനം നടന്നത്. ഓക്കെ, അത് കറണ്ട് അഫയർ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സമൂഹത്തിലെ ഭൗതിക സ്വത്തുക്കളുടെ ഉടമസ്ഥതയും നിയന്ത്രണവും സർക്കാരിനെ ഏറ്റെടുത്ത് പൊതു നന്മയ്ക്കായി വിതരണം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ ഏതാണെന്നുള്ളതാണ് ചോദ്യം. ആർട്ടിക്കിൾ 182B, 109B, 349A, അനുച്ഛേദം 39B. ഇത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് 36 മുതൽ 51 വരെയാണ്. 51 വരെ പറയുന്ന നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെട്ടതാണ്. അനുച്ഛേദം 39B-യിലാണ് പറയുന്നത്? സമൂഹത്തിലെ ഭൗതിക സ്വത്തുക്കളുടെ ഉടമസ്ഥതയും നിയന്ത്രണവും സർക്കാരിനെ ഏറ്റെടുത്ത് പൊതു നന്മയ്ക്കായി വിതരണം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന ഭരണഘടന ഏതാണ്? ആർട്ടിക്കിൾ 39B. ഓക്കെ, 36 മുതൽ 51 വരെയുള്ള നിർദ്ദേശക തത്വങ്ങൾ ഭാഗം ഏതാണ്? ഭാഗം 4 പറയുന്ന നിർദ്ദേശക തത്വങ്ങളാണ്. അത് കടമെടുത്തത് എവിടെ നിന്നാണ്? അയർലൻഡിൽ നിന്നും കേട്ടോ. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് കടമെടുത്തത് എവിടെ നിന്നാണ്? അയർലൻഡിൽ നിന്നും. ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എല്ലാം എഴുതി വെക്കുക. ഇതെല്ലാം എവിടെ നിന്ന് കടമെടുത്തു എന്നുള്ളതും കൂടി ഒരു ബോക്സ് ആയിട്ട് കൃത്യമായിട്ട് എഴുതി പോണം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിൽ സ്ഫടികമണൽ സമ്പന്നമായ ജില്ല ഏതാണ്? തൃശൂർ, കോട്ടയം, പാലക്കാട്, ആലപ്പുഴ. ഇതിൽ എവിടെയാണ് കേരളത്തിൽ സ്ഫടികമണൽ സമ്പന്നമായ ജില്ല? എവിടെയാണ്? ആലപ്പുഴ. ആലപ്പുഴയിലെ ഏത് ഭാഗത്താണ്? ചേർത്തല. ആലപ്പുഴയുടെ ചേർത്തല ഭാഗത്താണ് ഇത് കാണുന്നത്. പഞ്ചാര മണൽ എന്ന് കൂടി ഇതിനെ പറയുന്നു. എന്താണ്? പഞ്ചാര മണൽ എന്ന് കൂടി ഇതിനെ അറിയപ്പെടുന്നത്. അപ്പൊ കേരളത്തിൽ സ്ഫടികമണൽ സമ്പന്നമായ ജില്ല ഏതാണ്? ആലപ്പുഴ. ആലപ്പുഴയിൽ എവിടെയാണ്? ചേർത്തല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത്? ഒരു PSC പഠിച്ചു തുടങ്ങുന്ന കുട്ടി ആദ്യം പഠിക്കുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. ജലവൈദ്യുത പദ്ധതി ഏതാണ്? എത്ര കായലുകളുണ്ട്? എത്ര നദികളുണ്ട്? അതിൽ വലുത് ഏത്, ചെറുത് ഏത് എന്നൊക്കെ പഠിക്കില്ലേ? അതാണ് ഇനിയുള്ള ക്വസ്റ്റ്യൻസ്. നിങ്ങൾ നോക്കി, അത്രത്തോളം സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പ്രിലിംസിൽ നമ്മൾ ചോദിക്കുന്നത്. അപ്പം പ്രിലിംസിൽ ഒരു 80 ക്വസ്റ്റ്യൻ എഴുതി എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇനി അതിൽ ബാക്കി കൂടുതൽ
എങ്ങനെ എടുക്കണം എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ. നിങ്ങൾ പഠിക്കുന്നതിന്റെ സമയം കൂട്ടണം. സാധാരണ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം എടുക്കുക. ഇപ്പൊ നിലവിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കൺഫർമേഷൻ ഒന്നും വന്നിട്ടില്ല, ആവശ്യത്തിൽ കൂടുതൽ വളരെ സമാധാനത്തോടു കൂടി പഠിക്കുക അല്ലേ. അപ്പൊ നിങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് പഠിക്കണം. എത്രത്തോളം പഠിക്കുന്നു എന്നുള്ളതാണ് കാര്യം. ഇതൊക്കെ ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇതൊക്കെ എന്തായാലും എല്ലാവരും ഈ ക്വസ്റ്റ്യൻസ് എഴുതും. അപ്പം ആരും എഴുതാത്ത ക്വസ്റ്റ്യൻസ് എഴുതണമെങ്കിൽ കറണ്ട് അഫേഴ്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കാനാണ്. കറണ്ട് അഫേഴ്സ്, SCRT, ഇപ്പൊ ഗിഗ് പ്ലാറ്റ്ഫോമിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആ സമയത്താണ് ആ ക്വസ്റ്റ്യൻ ആദ്യമായിട്ട് കാണുന്നത്. അതുപോലുള്ളതൊക്കെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് പെട്ടെന്ന് ലിസ്റ്റിൽ കയറാൻ പറ്റും. പ്രിലിംസ് പാസ്സാവുക എന്ന് പറയുന്നത് കുറച്ച് സിമ്പിളാണ്. ഓക്കെ, അപ്പൊ അത് എന്തായാലും നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അത് പഠിച്ചു തന്നെ പോകണം. സമയം കളയേ ചെയ്യരുത്. ഒരു നിമിഷം പോലും ഇനിയുള്ള സമയമെങ്കിലും കളയാതെ പോവുക. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഞാൻ ഓപ്ഷൻ വായിക്കേണ്ട ആവശ്യമില്ല. ഏതാണ്? അതെ, പള്ളിവാസലാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത്. വർഷം എന്താണ്? 1940 ഇടുക്കി. എവിടെയാണ് സ്ഥലം? ഇടുക്കിയിലെ മുതിരപ്പുഴ. ഓക്കെ, ഓർത്തു വയ്ക്കുക. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ചെറുതും വലുതുമായ കേരളത്തിലെ കായലുകളുടെ എണ്ണം എത്രയാണ്? 34. കേരളത്തിൽ എത്ര നദികളുണ്ട്? 44 നദികളും 34 കായലുകളും 14 ഡിസ്ട്രിക്റ്റുമാണ് കേരളത്തിലുള്ളത്. അതാണ് ഇതാ കൊടുത്തിരിക്കുന്നത്. 44 നദികളുണ്ട്, 34 എന്താണ്? കായലുകളുണ്ട്. ഓക്കെ, അപ്പൊ 34 കായലുകളാണ്. ചെറുതും വലുതുമായി കേരളത്തിലെ കായലുകളുടെ എണ്ണം എത്രയാണ്? 34. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ്? പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ്? വയനാട്, തൃശ്ശൂര്, കണ്ണൂര്, കാസർഗോഡ്. എവിടെയാണ് പൂക്കോട് തടാകം കാണുന്നത്? ഏത് ജില്ലയിലാണ്? വയനാട് ജില്ലയിലാണ് അല്ലെ. വയനാട് ജില്ലയിലാണ് എന്ത്? പൂക്കോട് തടാകം കാണുന്നത്. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകമാണ് കേട്ടോ. ഏറ്റവും ചെറിയ ശുദ്ധജല തടാകമാണ് ഏതെന്ന് പറയുന്നത്? പൂക്കോട് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഇന്ത്യൻ ഭൂപടത്തിന്റെ ആകൃതിയാണ് കേട്ടോ. ഇന്ത്യൻ ഭൂപടത്തിന്റെ ആകൃതിയാണ് അതിനുള്ളത്. അപ്പൊ ഇന്ത്യൻ ഭൂപടത്തിന്റെ ആകൃതിയുള്ള കായൽ ഏതാണെന്ന് ചോദിച്ചാൽ, തടാകം ഏതാണെന്ന് ചോദിച്ചാൽ എഴുതണം. പൂക്കോട് തടാകമാണ്. അത് ഏത് ജില്ലയിലാണ്? വയനാട് ജില്ലയിലാണ്. ഏറ്റവും ചെറിയ ശുദ്ധജല തടാകവും കൂടിയാണ് ഏത്? ഈ പൂക്കോട് തടാകം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഇതൊക്കെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണല്ലേ. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഭാരതപ്പുഴ, മഞ്ചേശ്വരം പുഴ, ചന്ദ്രഗിരി പുഴ, ചിറ്റിരി പുഴ. ഏതാണ് ഏറ്റവും ചെറിയ പുഴ എന്ന് പറയുന്നത്? മഞ്ചേശ്വരം പുഴയാണ് ഏറ്റവും ചെറുത്. എന്തായാലും നദികളും നദികളുടെ നീളവും നിങ്ങൾ ഉറപ്പായിട്ട് പഠിച്ചു വയ്ക്കുക. അപ്പൊ നമ്മൾ ഓർത്ത് വയ്ക്കുക. ആദ്യം തന്നെ മഞ്ചേശ്വരം പുഴയുടെ നീളം എത്രയാണ്? 16 കിലോമീറ്റർ ആണ്. എത്രയാണ്? 16 കിലോമീറ്റർ ആണ് ഇത് മഞ്ചേശ്വരം പുഴയ്ക്കുള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ്? ചെറുതാണ് ഇപ്പൊ ചോദിച്ചിരിക്കുന്നത്. ചെറുത് മഞ്ചേശ്വരം പുഴയാണെങ്കിൽ ഏറ്റവും വലുത് പഠിക്കുക. ആരാണ് വലിയ ആള്? പെരിയാർ അല്ലേ. ആരാണ്? പെരിയാറാണ്. പെരിയാറിന്റെ നീളം 244 കിലോമീറ്റർ. അപ്പൊ ഇതിൽ ചോദിച്ചിരുന്നത് ഏറ്റവും ചെറിയ നദി ഏതാണെന്നുള്ളതാണ്. ഏതാണ്? മഞ്ചേശ്വരം പുഴയാണ്. 16 കിലോമീറ്റർ ആണ് അതിന്റെ ഇതെന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ആരാണ്? വിശ്വനാഥൻ ആനന്ദ്, സി ബാലകൃഷ്ണൻ, PR ശ്രീജേഷ്, PT ഉഷ. ഇതിൽ ആരാണ് അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി എന്ന് പറയുന്നത്? ആരാണ്? സി ബാലകൃഷ്ണനാണ്. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ആരാണ്? സി ബാലകൃഷ്ണനാണ്. അതിന്റെ തുക എത്രയാണ്? 15 ലക്ഷമാണ് കേട്ടോ. 15 ലക്ഷമാണ് അതിന് സമ്മാന തുക എന്ന് പറയുന്നത്. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ആരാണ്? സി ബാലകൃഷ്ണനാണ്. അതുപോലെ തന്നെ ഓർത്തിരിക്കുക, 2025 അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ആരും ചോദിച്ചാൽ സാജൻ പ്രകാശ്. ഏതിനാണ്? നീന്തൽ കേട്ടോ. നീന്തലിനാണ്. സാജൻ പ്രകാശിനാണ് 2025 അർജുന അവാർഡ് നേടിയത്. അത് പഠിച്ചു വെക്കുക. അതൊക്കെ കറണ്ട് അഫയർ ആണ്, ഉറപ്പായിട്ടും റിലേറ്റഡ് ഇതാണ്, പഠിച്ചു വെക്കാം. അടുത്ത ദിവസം നോക്കിയാൽ കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല ഏതാണ്? മലപ്പുറം, കോഴിക്കോട്, പാലക്കാട്, കാസർഗോഡ്. എവിടെയാണ് കറുത്ത മണ്ണ് കാണപ്പെടുന്നത്? അതെ, പാലക്കാടാണ്. കേരളത്തിലെ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല എന്ന് പറയുന്നത് ഏതാണ്? പാലക്കാട്. ഓക്കെ, പാലക്കാട് ജില്ലയിലെ ഏത് പ്രദേശത്താണ്? ചിറ്റൂർ പ്രദേശത്താണ് കാണപ്പെടുന്നത് കേട്ടോ. അടുത്ത ദിവസം നോക്കിയേ. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. ദെൻ അഗസ്ത്യർമല, പൊന്മുടി, ആനമുടി, ഏഴിമല. ഇതിൽ ഏതാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത്? ഏതാണ്? അതെ, ആനമുടി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരവും എന്ത് തന്നെയാണ്? ആനമുടിയാണ്. എവിടെയാണ്? ഇരവികുളം ദേശീയോദ്യാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? ഇരവികുളം ദേശീയോദ്യാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതാണ്? ഓക്കെ, കല്ലട, പീച്ചി, ഇടമലയാർ, ശാസ്താംകോട്ട. ഇതിൽ ഏതാണ്ടാ കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി എന്ന് പറയുന്നത്? ഒക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് അറിയാം അല്ലേ. കല്ലടയാണ്
ഏറ്റവും വലിയ ജലസേചന പദ്ധതി എന്ന് പറയുന്നത് ഏതാണ്? കല്ലടയാണ് അല്ലേ? കല്ലടയാണ്. അതുപോലെ കേരളത്തിലെ ആദ്യത്തെ ജലസേചന പദ്ധതി ഏതെന്ന് ചോദിച്ചാലുള്ള ഉത്തരം എന്താണ്? കേരളത്തിലെ ആദ്യത്തത് ഏതെന്ന് ചോദിച്ചാലുള്ള ഉത്തരം ഏതാണ്? പീച്ചിയാണ്. കേരളത്തിലെ ആദ്യത്തെ ജലസേചന പദ്ധതി ഏതാണെന്നുള്ള ഉത്തരം എന്താണ്? പീച്ചി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. തണ്ണീർമുക്കം ബണ്ട് ഏത് കായലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? പുന്നമട, വേമ്പനാട്, ശാസ്താംകോട്ട, അഷ്ടമുടി കായൽ. ഇതിൽ എവിടെയാണ് തണ്ണീർമുക്കം ബണ്ട്? ഏത് കായലിലാണ്? അതെ, നമുക്കറിയാം, വേമ്പനാട് കായലിലാണ് തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. എവിടെയാണ്? കുട്ടനാട്ടിലേക്കുള്ള ഉപ്പുവെള്ളം കയറുന്നത് തടയുന്നതിന് വേണ്ടി നിർമ്മിച്ച ബണ്ടാണ് എന്ത്? തണ്ണീർമുക്കം ബണ്ട് എന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ഏത്? ശാസ്താംകോട്ട. ഏറ്റവും വലിയ ശുദ്ധജല തടാകം കേട്ടോ. ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ഏറ്റവും ചെറുത് ഏതാണ്? പൂക്കോട്. നമ്മൾ നേരത്തെ പറഞ്ഞു. ഇവിടെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ഏതെന്ന് പറയുന്നത്? ശാസ്താംകോട്ട എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അയ്യങ്കാളി ജനിച്ച ജില്ല ഏത്? കൊല്ലം, കോട്ടയം, ആലപ്പുഴ, തിരുവനന്തപുരം. എവിടെയാണ്? തിരുവനന്തപുരം ആണ് അല്ലെ? തിരുവനന്തപുരത്താണ് അയ്യങ്കാളി ജനിച്ച ജില്ല. വർഷം കൂടി നമുക്ക് നോക്കാം. ഇവിടെ എല്ലാവരും ജനിച്ച വർഷവും ജില്ലയും നിങ്ങൾ എഴുതി വെക്കുക. ഇപ്പൊ നമ്മൾ ഓരോ ബോക്സ് എന്താണ് ഏറ്റവും വലിയ കായൽ ഏത്, നദി ഏതെന്ന് എഴുതുന്നത് പോലെ ഇതും പഠിച്ചു വെക്കാം. ഓക്കെ, അയ്യങ്കാളി ജനിച്ച ജില്ല ഏതാണ്? തിരുവനന്തപുരമാണ്. അപ്പൊ ജനിച്ച വർഷം നോക്കാം. 1863 ഓഗസ്റ്റ് 28. അതുപോലെ 1863 ജനിച്ച ഒരാളാണ് ആര്? ഡോക്ടർ പൽപ്പു എന്ന് പറയുന്നത്. അതും കൂടെ ഓർത്തു വെച്ചോളേ. ഒരേ വർഷം ജനിച്ചവർ ആരൊക്കെയാണെന്നുള്ളത് കൂടി ഓർത്തു വെച്ചോളാം. 1863 കേട്ടോ. അപ്പം അയ്യങ്കാളി ജനിച്ച ജില്ല ഏതാണ്? തിരുവനന്തപുരം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈനിക തലവൻ ആരാണ്? മൺട്രോ, വെല്ലസി, ഗിഫോർഡ്, കൊനോലി. ഇതിൽ ആരാണ് ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട സൈനിക തലവൻ എന്ന് പറയുന്നത്? ആരാണ്? ഗിഫോർഡാണ് ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈനിക തലവൻ എന്ന് പറയുന്ന ആരാണ്? ഗിഫോർഡാണ്. ഓർക്കുക, ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത് 1721 ഏപ്രിൽ 15 എന്ത്? ആറ്റിങ്ങൽ കലാപം നടന്നത്. ഓർത്തിരിക്കുക, വർഷം 1721. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിലെ ജനങ്ങൾ നടത്തിയ ആദ്യത്തെ സംഘടിത കലാപമാണ് ഏത്? ആറ്റിങ്ങൽ കലാപം. ഏതാണ്? സംഘടിത കലാപമാണ് ഏതെന്ന് പറയുന്നത്? ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത് 1721. ഓക്കെ, ബ്രിട്ടീഷ് സൈനിക തലവൻ ആരായിരുന്നു വധിക്കപ്പെട്ട? ഗിഫോർഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പൊന്നാനി താലൂക്കിൽ 1896 മാർച്ച് 26 ജനിച്ച നവോത്ഥാന നായകൻ ആരാണ്? കണ്ട, ജനിച്ച വർഷം ചോദിക്കുന്നത് കണ്ടോ? മക്തിത്തങ്ങൾ, VT ഭട്ടതിരിപ്പാട്, K കേളപ്പൻ, മാമ്പുറം തങ്ങൾ. ഇതിൽ ആരാണ് പൊന്നാനി താലൂക്കില് 1896 ജനിച്ചത്? ആരാണ്? അതെ, VT ഭട്ടതിരിപ്പാടാണ്. VT ഭട്ടതിരിപ്പാടിന്റെ ഇതാണ് എന്ത്? യോഗക്ഷേമ സഭയുടെ സ്ഥാപകനാണ് ആര്? VT ഭട്ടതിരിപ്പാട്. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകം എഴുതിയതും ആരാണ്? VT ഭട്ടതിരിപ്പാട്. അപ്പൊ VT ഭട്ടതിരിപ്പാടാണ് 1896 മാർച്ച് 26 ജനിച്ച നവോത്ഥാന നായകനാണ് ആര്? VT ഭട്ടതിരിപ്പാട്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന ആരെയാണ്? K കേളപ്പൻ. K കേളപ്പനെയാണ് എന്ത്? കേരള ഗാന്ധി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധമില്ലാത്തത് ഏത്? ഓർത്തിരിക്കുക, ബന്ധമില്ലാത്തത് ഏതെന്നാണ് ചോദിക്കുന്നത്. വൈക്കം സത്യാഗ്രഹം, ഹരിജൻ ധനസംഹരണം, പാലിയം സത്യാഗ്രഹം, നിസ്സഹരണ സമരം. ഇതിൽ ഏതാണ് താഴെ പറഞ്ഞതിൽ ഗാന്ധിജിയുടെ സമരവുമായി ബന്ധമില്ലാത്ത ഏതാണ്? പാലിയം സത്യാഗ്രഹം അല്ലെ? ബാക്കിയെല്ലാം ഗാന്ധിജിയുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അല്ലാത്ത ഏതാണ്? പാലിയം സത്യാഗ്രഹമാണ്. സ്വാതന്ത്ര്യാന്തര കേരളത്തിൽ നടന്ന ആദ്യ സത്യാഗ്രഹമാണ് എന്ത്? പാലിയം സത്യാഗ്രഹം എന്ന് പറയുന്നത്. എന്താണ്? സ്വാതന്ത്ര്യാന്തര കേരളത്തിൽ നടന്ന ആദ്യ സത്യാഗ്രഹമാണ് എന്ത്? പാലിയം സത്യാഗ്രഹം എന്ന് പറയുന്നത് 1947. അപ്പൊ മനസ്സിലായല്ലോ വർഷം? 1947 പാലിയം സത്യാഗ്രഹം നടന്നത്. ഗാന്ധിജി എത്ര തവണയാണ് കേരളം സന്ദർശിച്ചത്? ഗാന്ധിജി 5 തവണയാണ് കേരളം സന്ദർശിച്ചത്. ഓക്കെ, അപ്പം താഴെ പറയുന്നതിൽ ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധമില്ലാത്തത് ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? പാലിയം സത്യാഗ്രഹം, വർഷം 1947. ഓക്കെ, എത്ര തവണ ഗാന്ധിജി സന്ദർശിച്ചിട്ടുണ്ട്? 5. എത്രാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനമാണ് 1920 മഞ്ചേരിയിൽ നടന്നത്? 4, 1, 2, 5. അപ്പം എത്രാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനമാണ് 1920 നടന്നത്? എത്രാമത്തെയാണ്? 5ാമത്തതാണ്. ഓർത്തിരിക്കുക, ടോട്ടൽ എത്രയാണ്? 5 മലബാർ രാഷ്ട്രീയ സമ്മേളനങ്ങളാണ് നടന്നിട്ടുള്ളത്. ഒന്ന് 1916 എവിടെ? പാലക്കാട്. രണ്ടാമത്തത് 1917 എവിടെ? കോഴിക്കോട്. ഓക്കെ,
അടുത്തത് 1918 എവിടെയാണ്? തലശ്ശേരി. ദെൻ അടുത്തത് 1919 എവിടെയാണ്? വടകര. ദെൻ 1920 എവിടെയാണ്? മഞ്ചേരി. ഓക്കെ, 1920 മഞ്ചേരി. എത്ര? 5. അപ്പം എത്രാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനമാണ് 1920 മഞ്ചേരിയിൽ നടന്നതെന്ന് ചോദിച്ചാൽ 5 ആണ്. ടോട്ടൽ 5 നടന്നിട്ടുള്ള 5 വർഷവും പഠിച്ചു വെക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്ന നവോത്ഥാന നായകരിൽ ഒരേ വർഷം ജനിച്ചവരാരില്ല? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വർഷങ്ങൾ പഠിച്ചു വെക്കുക, അതിൽ ഒരേ വർഷം പഠിച്ചവരെ ചോദിക്കും. നോക്കൂ, ഡോക്ടർ പൽപ്പു അയ്യങ്കാളി, അയ്യങ്കാളി പണ്ഡിറ്റ് കറുപ്പൻ, GP പിള്ള, C കൃഷ്ണൻ, ചട്ടമ്പി സ്വാമി വാഗ്ഭടാനന്ദൻ. അപ്പൊ ഇതിൽ ആരാണ്? എടാ ഞാൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, നമ്മൾ നേരത്തെ 51ാമത്തെ ക്വസ്റ്റ്യൻ ഈ സെയിം സാധനം ഞാൻ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് നമ്മുടെ ഡോക്ടർ പൽപ്പുവും അയ്യങ്കാളിയും ജനിച്ചത് ഒരേ വർഷമാണ് അല്ലെ, 1863 അല്ലേ. ഓക്കെ, 63. അതുപോലെ തന്നെ എടാ നമ്മൾ ഓർത്തിരിക്കുക, സ്വാമി വിവേകാനന്ദനും അതുപോലെ തന്നെ എന്താണ് ഐത്തൻ ഗോപാലനും ഇതേപോലെ 1863 ജനിച്ചത്. ഡോക്ടർ പൽപ്പുവും അയ്യങ്കാളിയും ജനിച്ച 1863 തന്നെയാണ് നമ്മുടെ സ്വാമി വിവേകാനന്ദനും ഐത്തൻ ഗോപാലനും ജനിച്ചത്. ഇതിനൊരു കോഡുണ്ട്, ഓർത്തിരിക്കണേ. അയ്യേ സ്വാമി എന്താണ് പല്ല് തേച്ചില്ല. ഓക്കെ, ഇതാണ് കോഡെന്ന് പറയുന്നത്. അയ്യേ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഇതിനകത്ത് അയ്യങ്കാളിയും വരും ഐത്തൻ ഗോപാലനും വരും. സ്വാമി വിവേകാനന്ദൻ പല്ല് എന്താണ് പൽപ്പു തേച്ചില്ല എന്നുള്ളത് അത് വിടും. അപ്പൊ എന്താണ് ഐത്തൻ ഗോപാലൻ, സ്വാമി വിവേകാനന്ദൻ, നമ്മുടെ പൽപ്പുവും അയ്യങ്കാളിയും ഒക്കെ ജനിച്ചത് ഒരേ വർഷമാണ് 1863. ഓക്കെ, ഞാൻ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാസർഗോഡ് ജില്ലയിൽ നടന്ന സമരം ഏതാണ്? മൊറായ സമരം, കയ്യൂർ സമരം, കരിവള്ളൂർ സമരം, പുന്നപ്ര വയലാർ. ഇതിൽ ഏതാണ് കാസർഗോഡ് ജില്ലയിൽ നടന്ന സമരം എന്ന് പറയുന്നത്? അതെ, കയ്യൂർ സമരമാണ് കാസർഗോഡ് ജില്ലയിൽ നടന്നത്. മൊറായ സമരം, കരിവള്ളൂർ സമരവും ഒക്കെ നടന്നത് എവിടെയാണ്? കണ്ണൂർ നടന്നതാണ് അല്ലേ. കണ്ണൂർ നടന്നാണ് എന്ത് മൊറായ സമരവും കരിവള്ളൂർ സമരവും. കയ്യൂർ സമരം നടന്നാണ് എവിടെ? കാസർഗോഡ് ജില്ല. അപ്പൊ കാസർഗോഡ് ജില്ലയിൽ നടന്ന സമരം ഏതാണ്? കയ്യൂർ സമരം. പുന്നപ്ര വയലാർ എവിടെയാണ്? ആലപ്പുഴ. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് ആര്? കുമാരഗുരുദേവൻ, ഏലിയസ് ചാവറ, ചട്ടമ്പി സ്വാമികൾ, പണ്ഡിറ്റ് KP കറുപ്പൻ. ഇതിൽ ആരാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത്? ഇതിൽ ആരാണ്? കുമാരഗുരുദേവൻ. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇത് എന്താണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് ആരാണ്? കുമാരഗുരുദേവനാണ്. ആര്യ സമാജം സ്ഥാപിച്ചതാണ് ആര്? പണ്ഡിറ്റ് KP കറുപ്പൻ. പണ്ഡിറ്റ് KP കറുപ്പൻ ആരാണ്? അരയ സമാജം, ക്ഷമിക്കണം, അരയ സമാജം. ഓക്കെ, അരയ സമാജമാണ് ആര്? പണ്ഡിറ്റ് KP കറുപ്പൻ. കേരള സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് ആര്? കുര്യാക്കോസ് ഏലിയസ് ചാവറ. സാക്ഷരതയുടെ പിതാവ് എന്നാണ് അദ്ദേഹത്തിനെ അറിയപ്പെടുന്നത്. ഓർത്തിരിക്കുക, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചതാരാണ്? കുമാരഗുരുദേവൻ. ഓക്കെ, അടുത്ത നമ്മൾ ബയോളജി ഭാഗത്തിലേക്ക് പോവാണ് കേട്ടോ. 61ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? അപകടത്തിൽ ഒരു വ്യക്തിയുടെ സെറിബെല്ലത്തിന് തകരാറ് സംഭവിച്ചു. ഇത് ഈ വ്യക്തിയെ എങ്ങനെ ബാധിക്കുന്നു? സെറിബെല്ലത്തിനാണ് തകരാറ് സംഭവിച്ചെങ്കിൽ ആ വ്യക്തി എങ്ങനെയാണ് അത് ബാധിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഐച്ഛിക ചലങ്ങളുടെ നിയന്ത്രണം ഇല്ലാതാക്കുന്നു, ശരീര തുലനില പാലിക്കപ്പെടുന്നില്ല, ഹൃദയ സ്പന്ദനം നിലയ്ക്കുന്നു, ഓർമ്മയ്ക്ക് തകരാറ് സംഭവിക്കുന്നു. അപ്പൊ സെറിബെല്ലത്തിനാണ് തകരാറ് സംഭവിക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കുന്നു? അദ്ദേഹത്തിന്റെ ശരീര തുലനനില പാലിക്കപ്പെടുന്നില്ല. അപ്പൊ സെറിബെല്ലത്തിനാണെങ്കിൽ അങ്ങനെയാണ്. ഓർത്തിരിക്കുക, സെറിബ്രം, സെറിബെല്ലം, ഹൈപ്പോതലാമസ് ഇതൊക്കെ നിങ്ങൾ എടുത്തു വയ്ക്കുക. അതൊക്കെ എന്തൊക്കെയാണ്? അപ്പൊ എന്താണ് നമ്മുടെ ബോഡിയുടെ ബാലൻസിനെ ബാധിക്കുന്നത് ഏതാണ്? അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എഴുതി വെക്കുക. റെഗുലേഷന് ഹീറ്റ് റെഗുലേഷൻ ഇത് ചെയ്യുന്നത് ഏതാണ് എന്നൊക്കെ ഉള്ളത് വ്യക്തമായിട്ട് എഴുതി വെക്കുക. അപ്പൊ ഏതാണ്? അപ്പം ഒന്ന് നോക്കാം. ഐച്ഛിക ചലനങ്ങളുടെ നിയന്ത്രണം ഇല്ലാതാക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സെറിബ്രം ആണ്, മറന്നു പോകരുതേ. സെറിബ്രവും സെറിബെല്ലവും തമ്മിൽ നമുക്ക് തെറ്റിപ്പോവും. അപ്പോൾ ഐച്ഛിക ചലനങ്ങളുടെ നിയന്ത്രണം ഇല്ലാതാക്കുന്നത് സെറിബ്രത്തിന് എന്തെങ്കിലും പറ്റിയാലാണ്. ശരീര തുലനില പാലിക്കപ്പെടുന്നതിൽ എന്താണ്? സെറിബെല്ലത്തിന് എന്തെങ്കിലും സംഭവിച്ചാലാണ് കേട്ടോ. ഹൃദയസ്പന്ദനമാണെങ്കിലോ മെഡുല്ല ഒബ്ലാങ്കേറ്റ. ഓർത്തിരിക്കുക, മെഡുല്ല ഒബ്ലാങ്കേറ്റ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ശരിയായ ജോഡി കണ്ടെത്തുക. ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചു വാൾട്ടർ G റോസൺ. ജീവശാസ്ത്രത്തിന്റെ പിതാവ് ജോൺ റേ. സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചു അരിസ്റ്റോട്ടിൽ. വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് ചരക്കൻ. ഇതിൽ ഏതാണ് ശരിയായത് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ് ശരിയായത്? ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വാൾട്ടർ G റോസൺ എന്നുള്ളതാണ് ശരിയായ ഉത്തരം. ജീവശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് പറയപ്പെടുന്ന ആരാണ്? അരിസ്റ്റോട്ടിൽ അല്ലെ. അരിസ്റ്റോട്ടിലിനെയാണ് നമ്മൾ എന്താണ് ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. എന്നാൽ സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ആരാണ്? അതാണ് ആര്? ജോൺ റേ എന്ന് പറയുന്നത്. ആരാണ്? ജോൺ റേ ആണ് സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. ഇനി വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവാണ് ആര്? കാർൽ ലിനേഴ്സ്. ആരാണ്? കാർൽ ലിനേഴ്സ് ആണ് എന്ത്
വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? കാൾ ലിനേസ്. ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അസ്ഥിയെ പൊതിഞ്ഞ് കാണപ്പെടുന്ന സ്ഥലം ഏതാണ്? പ്ലൂറൽ സ്ഥലം, മൈലിൻ സ്ഥലം, മൈലിൻ റേ, പെരിയോസ്റ്റിയം, ദെൻ പെരികാർഡിയം. ഇതിൽ ഏതാണ് അസ്ഥിയെ പൊതിഞ്ഞ് കാണപ്പെടുന്ന സ്ഥലം ഏതാണെന്നാണ് ചോദിക്കുക. ഏതാണ്? പെരിയോസ്റ്റിയം ആണ് എന്ത്? അസ്ഥിയെ പൊതിഞ്ഞ് കാണപ്പെടുന്ന സ്ഥലം എന്ന് പറയുന്നത് ഏതാണ്? പെരിയോസ്റ്റിയം ആണ്. അങ്ങനെയാണെങ്കിൽ ഹൃദയത്തെ പൊതിഞ്ഞ് കാണപ്പെടുന്ന സ്ഥലം ഏതാണ്? പെരികാർഡിയം. ഇത് ഏതാണ്? ഹൃദയത്തെ. ഓർത്തിരിക്കുക, ഹൃദയത്തെ പൊതിഞ്ഞ് കാണപ്പെടുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ അത് പെരികാർഡിയവും, അസ്ഥിയെ പൊതിഞ്ഞ് കാണപ്പെടുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? പെരിയോസ്റ്റിയം ആണ്. മറന്നു പോകരുത്, പെരിയോസ്റ്റിയം പെരികാർഡിയം തമ്മിൽ തെറ്റിപ്പോകരുത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മനുഷ്യ ശരീരത്തിന്റെ കുടൽ ഭിത്തിയിൽ വെച്ച് ചില ബാക്ടീരിയകൾക്ക് ഈ ജീവകം നിർമ്മിക്കാനാകും. അതിനാൽ ഭക്ഷണത്തിലൂടെ ലഭിക്കേണ്ട ഈ ജീവകത്തിന്റെ അളവ് കുറഞ്ഞാലും അപര്യാപ്തത വരുന്നില്ല. ഇവിടെ പരാമർശിക്കുന്ന ഈ ജീവകം ഏതാണെന്ന് പറയുക. വൈറ്റമിൻ എ ആണോ, ഡി ആണോ, സി ആണോ, കെ ആണോ? എന്താണ്? ഏതിനെ കുറിച്ചാണ് ഈ മുകളിൽ പരാമർശിച്ചിരിക്കുന്നത്? അതെ, വൈറ്റമിൻ കെ കുറിച്ചാണ് പറയുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ വൈറ്റമിൻ എയുടെ ഇത് പറഞ്ഞേ. നമ്മുടെ കണ്ണിന്റെ ആരോഗ്യത്തിന് വേണ്ടി സഹായിക്കുന്ന വൈറ്റമിൻ ആണ് ഏത്? ജീവകം എ എന്ന് പറയുന്നത് അല്ലേ? പച്ചക്കറികൾ കഴിച്ച് പച്ചില ലീഫി വെജിറ്റബിൾസ് കഴിച്ച് കിട്ടുന്നതാണ് ജീവകം എ. നമ്മുടെ കണ്ണിന്റെ ആരോഗ്യങ്ങൾക്ക് ഇത് ചെയ്യുന്നതാണ് ഏത്? ജീവകം എ എന്ന് പറയുന്നത്. എല്ലിന്റെയും പല്ലിന്റെയും വളർച്ചയ്ക്ക് വേണ്ടിയുള്ളതാണ് എന്ത്? എല്ലിന്റെയും പല്ലിന്റെയും വളർച്ചയ്ക്ക് ആവശ്യമായുള്ള ജീവകമാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. കൃത്രിമമായി നിർമ്മിച്ചതാണ് ആര്? വൈറ്റമിൻ സി. കൃത്രിമമായി നിർമ്മിച്ച ജീവകം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവകം സി ആണ് കൃത്രിമമായി നിർമ്മിച്ച വൈറ്റമിൻ എന്ന് പറയുന്നത് കേട്ടോ. വൈറ്റമിൻ എയെ കുറിച്ച് ഓർക്കുക. നമ്മുടെ കണ്ണിന്റെ ആരോഗ്യത്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? വൈറ്റമിൻ എ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയും. തേങ്ങാക്കൊലകളിലെ മഞ്ഞൾപ്പിന് കാരണം ഏത് മൂലകത്തിന്റെ കുറവാണ്? ഈ ക്വസ്റ്റ്യൻ PSC അന്ന് ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. കാരണം ഉത്തരം നൈട്രജൻ ആണ്. ഇതിൽ ഈ പൊട്ടാസ്യവും മെഗ്നീഷ്യവും ഒക്കെ എന്താണ്? കാരണമാണ്. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആയത് കേട്ടോ. പൊട്ടാസ്യം മെഗ്നീഷ്യം ഒക്കെ കാരണമായതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആയി പോയത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ജന്തുജന്യ രോഗമായ മഞ്ഞപ്പനി എന്ന് പറഞ്ഞാൽ എന്താണ്? യെല്ലോ ഫീവർ പരത്തുന്ന രോഗാണു ഏതാണ്? ഫംഗസ് ആണോ, വൈറസ് ആണോ, ബാക്ടീരിയ ആണോ, പാരസൈറ്റ് ആണോ? അതെ, ആരാണ്? വൈറസ് ആണ് അല്ലെ? യെല്ലോ ഫീവർ പരത്തുന്നത് ആരാണ്? വൈറസ് ആണ്. നമ്മുടെ ഈഡിസ് ഈജിപ്റ്റി ആണ് അല്ലേ? ഈഡിസ് ഈജിപ്റ്റി ആണ് നമ്മുടെ യെല്ലോ ഫീവർ പരത്തുന്ന ഇത്. നമ്മുടെ ഡെങ്കു ഒക്കെ പരത്തുന്ന ആളില്ലേ? അതേ സെയിം ആള് തന്നെയാണ് എന്ത്? ഈ മഞ്ഞപ്പനി പരത്തുന്നത്. രോഗാണു ആരാണ്? അപ്പൊ വൈറസ്, ബാക്ടീരിയ പകർത്തുന്ന രോഗങ്ങള്, വൈറസ് പരത്തുന്നത്, ഫംഗസ്, അങ്ങനെയുള്ള രോഗങ്ങളുടെ ഒരു ലിസ്റ്റും എഴുതി വെക്കുക. ഓക്കെ, അപ്പൊ വൈറസ് പരത്തുന്നതാണ് ആര്? മഞ്ഞപ്പനി. മഞ്ഞപ്പനി എന്ന് പറഞ്ഞാൽ യെല്ലോ ഫീവർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് മെയ് 23 പ്രാധാന്യം പറയുക. ലോക പരിസ്ഥിതി ദിനം, ലോക കണ്ടൽ ദിനം, ലോക ജലദിനം, ലോക കടലാമ ദിനം. ഈ ക്വസ്റ്റ്യനും PSC ഡിലീറ്റ് ആക്കിയ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, എന്ത് ഡിലീറ്റ് ആക്കിയ ക്വസ്റ്റ്യൻ ആണ്? പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് മെയ് 23 ഇതെന്താണ്? ആമദിനമാണ്. മെയ് 23 എന്താണ്? ആമദിന. ദിനങ്ങളും എന്തായാലും പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പം ലോക പരിസ്ഥിതി ദിനം എന്നാണ് നോക്കിയേ? ജൂൺ 5. ദെൻ ലോക കണ്ടൽ ദിനം എന്നാണ് നോക്കിയേ? ജൂലൈ 26. ദെൻ ലോക ജലദിനം എന്നാണ്? മാർച്ച് 22. ലോക കടലാമ ദിനം എന്നാണ്? ജൂൺ 16. അപ്പം ചോദിച്ചിരിക്കുന്നത് മെയ് 23 ആണ്. മെയ് 23 പ്രാധാന്യം എന്താണ്? ആമദിനമാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരള സർക്കാരിന്റെ കീഴിലുള്ള സാമൂഹ്യ നീതി വകുപ്പ് BPL വിഭാഗത്തിൽ പെടുന്ന പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി ഏതാണ്? വയോമിത്രം, വയോമധുരം, മന്ദഹാസം, വയോ അമൃതം. ഇതാ കണ്ടോ? വയോമിത്രം, വയോമധുരം, വയോ അമൃതം. കൺഫ്യൂഷൻ വരാൻ ഇനി ഒന്നുമില്ല, എല്ലാം ഉണ്ട്. അപ്പൊ ഓർത്തിരിക്കാം, ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പ്രമേഹ രോഗികൾക്ക് സൗജന്യമായിട്ട് ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതിയുടെ പേരാണ് വയോമധുരം. 65 വയസ്സിന് മുകളിലുള്ളവർക്ക് വേണ്ടി കേരള സർക്കാർ 65 വയസ്സിന് മുകളിലുള്ളവർക്ക് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കിയ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് എന്ത്? വയോമിത്രം എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വൃദ്ധസ്ഥാനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായി നടപ്പിലാക്കിയ പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്? വയോ അമൃതം എന്ന് പറയുന്നത്. അപ്പൊ വയോ അമൃതം എന്ന് പറയുന്നത് എന്താണ്? വൃദ്ധസദനമായിട്ട് ഓർത്തിരിക്കണേ. വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായി വേണ്ടി കൊണ്ടുവന്നതാണ് എന്ത്? വയോ അമൃതം എന്ന് പറയുന്നത്. വയോമിത്രം എന്ന് പറയുന്നത് എന്താണ്? 65 വയസ്സിന് മുകളിലുള്ളവർക്ക് വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്നതാണ് എന്ത്? വയോമിത്രം എന്ന് പറയുന്നത്. വയോമധുരം എന്ന് പറയുന്നത് എന്താണ്? കേരള സർക്കാരിന്റെ കീഴിലുള്ള
സാമൂഹ്യ നീതി വകുപ്പ് BPL വിഭാഗത്തിൽപ്പെടുന്ന പ്രമേഹ രോഗികൾക്ക് ഗ്ലൂക്കോമീറ്റർ നൽകുന്നതാണ് എന്ത്? വയോമധുരം. ഓക്കെ, അപ്പൊ മന്ദഹാസം എന്താണ്? മന്ദഹാസം എന്താണ്? 60 വയസ്സ് കഴിഞ്ഞവർക്ക് എന്താണ്? സൗജന്യമായി കൃത്രിമ പല്ല് സ്ഥാപിക്കുന്ന പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? മന്ദഹാസം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരള സംസ്ഥാനം ജൈവ വൈവിധ്യ ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? വയനാട്, കോഴിക്കോട്, തിരുവനന്തപുരം, ആലപ്പുഴ. എവിടെയാണ് കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്? അതെ, തിരുവനന്തപുരത്താണ്. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരമാണ്. സുഗന്ധ വിള ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം എവിടെയാണ്? സുഗന്ധ വിള ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം എവിടെയാണ്? കോഴിക്കോട്. അതുപോലെ എന്താണ്? കയർഫെഡിന്റെ ആസ്ഥാനം എവിടെയാണ്? ആലപ്പുഴ. കയർഫെഡിന്റെ ആസ്ഥാനമാണ് എന്ത്? ആലപ്പുഴ. ദെൻ വയനാട് എന്താണ്? ഇഞ്ചി ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ഇഞ്ചി ഗവേഷണ കേന്ദ്രം എവിടെയാണ്? വയനാട്. തിരുവനന്തപുരം ഓർക്കുക, കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ ആസ്ഥാനമാണ് എന്ത്? തിരുവനന്തപുരം എന്ന് പറയുന്നത്. കോഴിക്കോട് എന്താണ്? സുഗന്ധ വിള ഗവേഷണ കേന്ദ്രം. ആലപ്പുഴ എന്ന് പറയുന്നത് എന്താണ്? കയർഫെഡ്. ഓക്കെ അല്ലടാ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കാർഡിയോളജി ഏത് അവയവത്തിന്റെ തകരാറുകൾ കൈകാര്യം ചെയ്യുന്ന വൈദ്യശാസ്ത്ര ശാഖയാണ്? കണ്ണാണോ, ഹൃദയമാണോ, മസ്തിഷ്കമാണോ, ചെവിയാണോ? എവിടെയാണ് കാർഡിയോളജി? കാർഡിയോളജി കാണാൻ പോകുന്നത് എന്തിനാണ്? അതെ, ഹൃദയ സംബന്ധമായ രോഗങ്ങള് ചികിത്സിക്കാനാണ് നമ്മൾ കാർഡിയോളജിസ്റ്റിനെ കാണാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ കണ്ണാണെങ്കിൽ എന്താണ്? ഒപ്താൽമോളജി. എന്താണ്? അതൊക്കെ പഠിച്ചു വെക്കുക. കണ്ണെന്താണ്? ഒപ്താൽമോളജി. ദെൻ മസ്തിഷ്കത്തെ കുറിച്ച് പറയാനാണെങ്കിൽ എൻസെഫോളോളജി. ദെൻ ചെവി ആണെങ്കിൽ എന്താണ്? ഓട്ടോളജി. ഓക്കെ, അത് പഠിച്ചു വെക്കണേ. ഗൈനക്കോളജി അങ്ങനെയൊക്കെയുള്ള എല്ലാം പഠിച്ചു വെച്ചോളാം ആ കാര്യങ്ങളെല്ലാം. അപ്പൊ കണ്ണെന്താണ്? ഒപ്താൽമോളജി, മസ്തിഷ്കം എൻസെഫലോളജി, ചെവി ഓട്ടോളജി, ഹൃദയമാണ് എന്ത്? കാർഡിയോളജി. ഓക്കെ, കാർഡിയോളജിസ്റ്റ് എന്താണ്? ഹൃദയ സംബന്ധമായ രോഗികളെ ചികിത്സിക്കുന്ന ഡോക്ടർമാരാണ് കാർഡിയോളജിസ്റ്റ് എന്ന് പറയുന്നത്. നോക്കാം, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഏത് തരം മാധ്യമത്തിലൂടെയാണ് ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത്? ഖരമാണോ, ദ്രാവകമാണോ, വാതകമാണോ, ശൂന്യമാണോ? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, വേപ്പർ. ഏതിൽ കൂടെയാണ് ഏറ്റവും പെട്ടെന്ന് വളരെ വേഗത്തിൽ എന്താണ് ശബ്ദത്തിന് കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്നത്? ഏതിൽ കൂടെയാണ്? അതെ, ഖരം, സോളിഡ് അവസ്ഥയിൽ കൂടെയാണ്, ഖരത്തിലൂടെയാണ് അല്ലെ. ശബ്ദത്തിന് ഏറ്റവും കുറഞ്ഞ വേഗതയുള്ളത് എവിടെയാണ്? വാതകം. കുറഞ്ഞ വേഗതയുള്ള എവിടെയാണ്? വാതകമാണ്. ശൂന്യതയിൽ ശബ്ദത്തിന് എന്തില്ല? സഞ്ചരിക്കാൻ കഴിയില്ല. ശബ്ദത്തിൽ സഞ്ചരിക്കാൻ കഴിയില്ല. എവിടെ? ശൂന്യതയിൽ സഞ്ചരിക്കാൻ കഴിയില്ല. ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഏത് തരം മാധ്യമത്തിലൂടെയാണ് ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത്? ഖരം, ദ്രാവകം, വാതകം, ശൂന്യത. അപ്പൊ ഏതിലൂടെയാണ് ശബ്ദം ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഖരം, സോളിഡ് ആണ്. ഇതിലാണ് ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ വേഗത്തിൽ സഞ്ചരിക്കുന്നത് എവിടെയാണ്? വാതകം. വാതകത്തിലൂടെയാണ് ഏറ്റവും കുറഞ്ഞ വേഗത്തിൽ സഞ്ചരിക്കുന്നത്. ശബ്ദം ഏറ്റവും കുറഞ്ഞ വേഗത്തിൽ സഞ്ചരിക്കുന്നത് എന്താണ്? വാതകമാണ്. ശൂന്യതയിൽ കൂടെ സഞ്ചരിക്കാൻ അതിന് കഴിയില്ല. ശബ്ദത്തിന് സഞ്ചരിക്കാൻ കഴിയില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. പ്രവൃത്തിയുടെ അതേ യൂണിറ്റ് ഉപയോഗിക്കുന്ന അളവ് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തുക. പവർ, ഊർജം, ബലം, മർദ്ദം. ഇതിൽ ഏതാണ് പ്രകൃതിയുടെ അതേ യൂണിറ്റ് ഉപയോഗിക്കുന്നത്? അതെ, ബി, ഊർജമാണ് അല്ലെ. ഊർജം. കാരണം പവർ എന്താണ്? പവറിന്റെ യൂണിറ്റ് എന്താണ്? വാട്ട്. ബലത്തിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ. ദെൻ മർദ്ദത്തിന്റെ യൂണിറ്റ് എന്താണ്? പാസ്കൽ. യൂണിറ്റുകൾ പഠിച്ചു വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുന്നത് അവസരത്തിൽ വൈദ്യുതിയുടെ ഏത് ഫലമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? താപബലം, രാസബലം, കാന്തിക ബലം, പ്രകാശബലം. അപ്പൊ ഒരു സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുന്നത് ഏതാണ്? ഹീറ്റ് എനർജി ആണോ, കെമിക്കൽ എനർജി ആണോ, മാഗ്നറ്റിക് എനർജി ആണോ എന്ന് ചോദിക്കണം. അപ്പൊ ഒരു സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുന്നത് ഏതാണ്? അതെ, രാസബലം അല്ലെ. രാസബലമാണ്. അവസരത്തിൽ വൈദ്യുതിയുടെ ഏത് ബലമാണ് പ്രയോജനപ്പെടുത്തുന്നത്? രാസബലമാണ്. സ്റ്റോറേജ് ബാറ്ററി ഏതാണ്? രാസബലം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ചന്ദ്രനിലെ ഗുരുത്വാകർഷണ ത്വരണം ഏതായിരിക്കും? എത്രയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. 9.8 മീറ്റർ പെർ സെക്കൻഡ് ആണോ, 8.9 ആണോ, 1.62 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണോ, 3.26 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണോ? ചന്ദ്രനിലെ ഗുരുത്വാകർഷണം എത്രയാണ്? അതെ, 1.62 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അത് അങ്ങനെയാണെങ്കിൽ ഭൂമിയിലെ ഗുരുത്വാകർഷണം എത്രയാണെന്ന് പറയുന്നത്? 9. ഭൂമിയുടെ ഗുരുത്വാകർഷണ ത്വരണമാണ് ഏതെന്ന് എത്രയെന്ന് പറയുന്നത്? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചത് ആരാണ്? ജെ തോംസൺ, ജെയിംസ് ചാഡ്വിക്, റൂദർഫോർഡ്, ഗോൾഡ്സ്റ്റെനർ. ഇതിൽ ആരാണ് ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മോഡൽ അവതരിപ്പിച്ചത്? ആരാണ് പ്ലം പുഡിംഗ് മോഡൽ അവതരിപ്പിച്ചത്? അതെ, ജെ തോംസൺ ആണ് ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചത്. ആരാണ്? ജെ തോംസൺ അല്ലെ.
ആറ്റത്തിന്റെ സൗരയുധ മാതൃക അവതരിപ്പിച്ചത് ആരാണ്? റൂദർഫോർഡ്. ആരാണ്? സൗരയുധ മാതൃക അവതരിപ്പിച്ചത് ആരാണ്? റൂദർഫോർഡ്. ഓക്കെ, ഓർത്തിരിക്കുക. അപ്പൊ ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ച ജെ തോംസൺ ആണ്. റൂദർഫോർഡ് എന്താണ്? സൗരയുധ മാതൃക അവതരിപ്പിച്ചതാണ്. നമ്മുടെ ജെയിംസ് ചാഡ്വിക് എന്താണ്? ന്യൂട്രോൺ കണ്ടെത്തിയ ആളാണ് അല്ലേ? ന്യൂട്രോൺ കണ്ടെത്തിയ ആളാണ് എന്ത്? ജെയിംസ് ചാഡ്വിക് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചലിക്കും ചൂരൽ മൈക്രോഫോണിൽ നടക്കുന്ന ഊർജ്ജമാറ്റം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചലിക്കുന്ന മൈക്രോഫോണിൽ നടക്കുന്ന ഊർജ്ജമാറ്റം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ചലിക്കുന്ന ഇതിൽ നടക്കുന്ന? അതെ, ശബ്ദോർജ്ജം എന്തായി മാറുന്നു? കെമിക്കൽ എനർജി ആയി മാറുകയാണ് ചെയ്യുന്നത് അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ കൊടുത്തവയിൽ നിന്നും അദിശ അളവ് കണ്ടെത്തുക. ദൂരം, വേഗം, പ്രവേഗം, സമയം. ഇതിൽ ഏതാണ്ട സദിശ അളവ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് സദിശ അളവ് എന്ന് പറയുന്നത്? അതെ, പ്രവേഗമാണ് സദിശ അളവ് എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം ദൂരവും വേഗവും സമയവും എല്ലാം എന്തളവിന് ഉദാഹരണമാണ്? അതെ, അദിശ അളവിന് ഉദാഹരണമാണ്. അദിശ അളവിന് ഉദാഹരണമാണ് ദൂരം, വേഗം, സമയം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഭക്ഷ്യപദാർത്ഥങ്ങൾക്ക് മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? ടർട്ടാസിൻ ആണോ? ഇൻഡിഗോ കാർമൈൻ, എർത്രോസിൻ, വാനിലിൻ. ഇതിൽ ഏതാണ് ഭക്ഷ്യപദാർത്ഥങ്ങൾക്ക് മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്നത്? ഏതാണ് മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്നത്? മഞ്ഞ നിറം ഓർത്തു വയ്ക്കുക. ഇതിൽ ഏതാണെന്ന് ഓർക്കുക. ഏതാണ്? അതെ, ടാർട്ടാസിൻ ആണ് മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്നത്. എർത്രോസിൻ എന്ന് പറയുന്നത് എന്താണ്? ചുവപ്പ് നിറം. ഓക്കെ, ഭക്ഷണത്തിന് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്നതാണ് എന്ത്? എറിത്രോസിൻ എന്ന് പറയുന്നത്. വാനിലിൻ എന്ന് പറയുന്നത് എന്താണ്? ടേസ്റ്റിന് വേണ്ടിയുള്ളതാണ് അല്ലേ? നമുക്കൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയുള്ള, രുചി കൂടാൻ വേണ്ടിയുള്ളതാണ്. ഏതെന്ന് പറയുന്നത്? വാനിലിൻ എന്ന് പറയുന്നത് രുചി കൂടാൻ വേണ്ടിയുള്ളതാണ്. ഇൻഡിഗോ കാർമിൻ എന്ന് പറയുന്നത് എന്ത്? ഇൻഡിഗോയുടെ നിറം ഓർത്താൽ മതി, നീല. ഭക്ഷണത്തിന് നീല നിറം കിട്ടാൻ വേണ്ടിയുള്ളതാണ് എന്ത്? ഇൻഡിഗോ കാർമൈൻ എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക. മഞ്ഞ നിറം ഏതാണ്? ടാർട്ടാസിൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഏത് ലോഹത്തിന്റെ അയിരാണ് കലാമിൻ? ഇതൊക്കെ ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏത് ലോഹത്തിന്റെ അയിരാണ് കലാമിൻ? അലുമിനിയം, സിങ്ക്, ഇരുമ്പ്, കോപ്പർ. ഏതാണ്? സിങ്കിന്റെ അയിരാണ് ഏതെന്ന് പറയുന്നത്? കലാമിൻ എന്ന് പറയുന്നത്. അപ്പം സിങ്ക്. ഏത് ലോഹത്തിന്റെ അയിരാണ് കലാമിൻ? സിങ്ക്. അങ്ങനെയാണെങ്കിൽ അലുമിനിയത്തിന്റെ അയിര് ഏതാണ്? അതെ, ബോക്സൈറ്റ് അല്ലേ? ബോക്സൈറ്റ് ആണ്. ഇരുമ്പിന്റേത് ഏതാണ്? ഹേമറ്റൈറ്റ്. കോപ്പറിന്റേത് ഏതാണ്? കുപ്രൈറ്റ്. ഓർത്തിരിക്കുക. ഏത് ലോഹത്തിന്റെ അയിരാണ് കലാമിൻ എന്ന് ചോദിച്ചാൽ സിങ്ക് ആണ്. ബാക്കിയുള്ളതെല്ലാം ഓർത്തിരിക്കുക. അലുമിനിയം, ഇരുമ്പും കോപ്പറും ഏതാണെന്നുള്ളത് പഠിച്ചിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഏത് മൂലകത്തിന്റെ പ്രതീകമാണ് കെ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത്? കാൽഷ്യം, കാഡ്മിയം, പൊട്ടാസ്യം, സോഡിയം. കെ എന്ന കെമിക്കൽ ഇത് നോക്കൂ. എലമെന്റ്. ഏത് എലമെന്റിനാണ് നമ്മൾ കെ എന്ന് പറയുന്നത് കൊടുക്കുന്നത്? കെ ഏതാണ്? അതെ, പൊട്ടാസ്യം ആണ് അല്ലേ? പൊട്ടാസ്യത്തിന്റെ ഇതാണ് എന്ത്? കെ എന്ന് കൊണ്ട് സൂചിപ്പിക്കുന്നത്. കാൽഷ്യം എന്താണ്? Ca. കാഡ്മിയം എന്താണ്? Cd. സോഡിയം എന്താണ്? Na. അപ്പൊ സോഡിയം ബാക്കിയൊക്കെ ഏകദേശം നമുക്ക് കാൽഷ്യത്തിന്റെയൊക്കെ ആദ്യ രണ്ടക്ഷരമായിരിക്കും. ചിലതിനൊന്നും ആദ്യ രണ്ടക്ഷരമല്ല. അങ്ങനെയുള്ളതാണ് എപ്പോഴും ചോദിക്കുന്നത്. പൊട്ടാസ്യം കെ, സോഡിയം Na എന്നൊക്കെ ഉള്ളത് പഠിച്ചു വെക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്ത 80 ക്വസ്റ്റ്യൻസും എനിക്കറിയാം നിങ്ങൾ ഓൾറെഡി പല ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടുപോയ ക്വസ്റ്റ്യൻസ് ആണ്. എന്താണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായത്? കാര്യം PSC ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അല്ലേ? സോ നിങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് PYQ സീരീസ് കാണാൻ ശ്രമിക്കുക. മാക്സിമം നിങ്ങൾ ഇന്ന് എനിക്കറിയാം നിങ്ങൾക്ക് ഒരു പ്രാവശ്യം കാണുമ്പോൾ ബോറാവും. നിങ്ങൾ 1, 2, 3 ദിവസം കൃത്യമായിട്ടും നിങ്ങൾക്ക് വേണ്ടി കാണുക. അടുത്ത ദിവസം നിങ്ങൾ സ്വമേധയാ കണ്ടുപോകും. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. സൈക്കോളജിയാണ് അത്. അപ്പം കൃത്യമായിട്ടും നിങ്ങൾ എല്ലാവരും PYQ സീരീസ് ആയിക്കോട്ടെ, SCRT സീരീസ് ആയിക്കോട്ടെ, എല്ലാം കൃത്യമായിട്ട് കാണുക. അപ്പോൾ 2026 എന്ന് പറയുന്നത് നിങ്ങളെ സക്സസ്ഫുൾ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു.